പിന്നെയും കർത്താവിനെ ആരാധിപ്പാൻ നമുക്ക് ഒരുക്കപ്പെടുന്ന നല്ല അവകാശങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് കേൾക്കാൻ പോകുന്ന എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നാണ്. വേഗത്തിൽ നമ്മുടെ ശ്രദ്ധയെ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് ക്ഷണിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങൾക്കാർക്കും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കേണ്ടതിന് അധികം ഭയപ്പെടുക. വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. എബ്രായ ലേഖനം 4-ാം അധ്യായം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണ് വായിച്ചത്. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ഇപ്പോഴും ശേഷിച്ചിരിക്കുന്നു. ഞാൻ ആവർത്തിക്കാൻ, നിങ്ങൾ എല്ലാവരും കേൾക്കെ. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ഇപ്പോഴും ശേഷിച്ചിരിക്കുന്നു. നിങ്ങൾക്കാർക്കും അത് ലഭിക്കാതിരിക്കരുത്. നിങ്ങൾക്കാർക്കും അത് ലഭിക്കാതെ പോകരുത്. ദൈവിക സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു. നിങ്ങൾക്കാർക്കും അത് ലഭിക്കാതെ പോകരുത്. അർത്ഥം, നിങ്ങൾക്കെല്ലാവർക്കും അത് ലഭിക്കണം. പല വാഗ്ദത്തങ്ങൾ കേട്ട് അതിനുവേണ്ടി ശക്തമായി പോരാടിയുള്ള പ്രാർത്ഥനകൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണിത്. പക്ഷെ ഇതുപോലൊരു വാഗ്ദത്തം ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നു എന്ന് ഇന്ന് നിങ്ങൾ ഈ രാത്രി അറിയാതെ പോകരുത്. എന്താണ് ആ വാഗ്ദത്തം? എബ്രായ ലേഖനകാരൻ ഈ പ്രത്യേക 4-ാം അധ്യായത്തിൽ ഈ വിഷയം വിശദീകരിച്ച് 4-ാം അധ്യായം കൊണ്ട് ഈ വിഷയം തീർക്കുകയാണ്. 3-ാം അധ്യായത്തിൽ ആരംഭിക്കുന്നതാണ് ഈ വിശദീകരണം. പുറകിലേക്ക് പോയി നമ്മൾ മുമ്പിലേക്ക് വന്നത് ചിന്തിക്കുന്നതായിരിക്കും. ഒരു വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു. ഒന്നുകൂടി ആ വാക്യം നിങ്ങൾക്ക് വായിക്കാം. എബ്രായർ 4:1. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കരുത്. ആ പ്രോമിസ് ദാറ്റ് സ്റ്റിൽ ഇറ്റ്സ് റിമൈൻസ്, അത് ആ വാഗ്ദത്തം ഇപ്പോഴും ശേഷിച്ചിരിക്കുകയാണ്. ഏത് വാഗ്ദത്തമാണ് ഇപ്പോഴും ശേഷിച്ചിരിക്കുന്നത്? അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം. എല്ലാവരും പറഞ്ഞ്, ദൈവീക സ്വസ്ഥതയിൽ പ്രവേശിപ്പിക്കുമെന്നുള്ള വാഗ്ദത്തം ഇപ്പോഴും ശേഷിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കത് ലഭിക്കാതെ പോകരുത്. അടുത്തിരിക്കുന്നവരോട് പറ, നിങ്ങൾക്കത് ലഭിക്കാതെ പോകരുത്. ആ വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കാതെ പോകരുത്. നിങ്ങൾക്കത് ലഭിക്കാതെ പോകരുത്. അതിന്റെ അർത്ഥം, ഇതിനു മുമ്പ് ദൈവം ആരോടോ പറഞ്ഞിട്ടുണ്ട്, എന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചോ എന്ന വാഗ്ദത്തം ഇതിനു മുമ്പ് ദൈവം ആരോടോ പറഞ്ഞിട്ടുണ്ട്. അവർക്കതിൽ പ്രവേശിക്കാൻ കഴിയാതെ പോയി. അതുകൊണ്ടാണ് നിങ്ങൾക്കതിൽ പ്രവേശിക്കാൻ കഴിയാതെ പോകരുത് എന്ന് വാണിംഗ് ആയി പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പ് ആരോടായി വാഗ്ദത്തം പറഞ്ഞിട്ടുള്ളത്? അതൊന്ന് പറഞ്ഞാൽ ഈ മുമ്പിലെ ആശയം വേഗത്തിൽ മനസ്സിലാകും. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് പോകാം. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ വാക്യങ്ങൾ നിങ്ങൾ വേഗത്തിൽ ശ്രദ്ധയിലേക്ക് വരട്ടെ. 11-ാം വാക്യം വായിച്ചട്ടെ. എബ്രായ ലേഖനം 3:11. അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. അവരെന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. താഴെ, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കുക. ആരാണ് ഈ അവർ? ഈ അവരെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നത് ഇസ്രായേൽ മക്കളെയാണ്. ഇസ്രായേൽ മക്കൾ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ അവരോട് സത്യം ചെയ്തു. ഇസ്രായേൽ മക്കളെ വാസ്തവത്തിൽ വിളിച്ചത് ദൈവിക സ്വസ്ഥതയിലേക്കാണ്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ദൈവം വിളിച്ച സ്വസ്ഥതയിലേക്ക് അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. ഇന്ന് നിങ്ങൾ ആവർത്തിച്ച് ഈ പദം കേട്ടുകൊണ്ടിരിക്കും. സ്വസ്ഥത ഒന്ന് പറഞ്ഞേ. സ്വസ്ഥതയോടെ സ്വസ്ഥത എന്നൊന്ന് പറഞ്ഞേ. ചേർന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ, സ്വസ്ഥത. അയ്യോ, ശുശുശു നല്ല വാതുറന്ന് പറഞ്ഞേ, സ്വസ്ഥത. ഡിവൈൻ റെസ്റ്റ്, ദൈവീക സ്വസ്ഥത. അതാ ആ ആശയമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഈ വാഗ്ദത്തം ഇതിനു മുമ്പേ ഒരു കൂട്ടർക്ക് കൊടുത്തിരുന്നു എന്ന സത്യം നിങ്ങൾ അറിയാതെ പോകരുത്. എന്താണ് ആ വാഗ്ദത്തം? ഇതിനു മുമ്പ് കൊടുത്തിരുന്നു എന്ന് ദൈവം പറയുന്നത്. ഇസ്രായേൽ മക്കളെ വിളിച്ചു വേർതിരിച്ചപ്പോൾ ദൈവം അവരോട് ഏറ്റവും വലുതായി ചെയ്ത ഒരു വാഗ്ദത്തമാണ്, ഞാൻ നിങ്ങളെ എൻ്റെ റെസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. ഞാൻ നിങ്ങളെ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പിക്കാൻ പോവുകയാണ്. ഈ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച ഇസ്രായേൽ മക്കളോട് ദൈവത്തിന്റെ വാഗ്ദത്തം അതായിരുന്നു, നിങ്ങൾ ഒരു റെസ്റ്റിന്റെ നാട്ടിലേക്ക് പോകാൻ പോവുകയാണ്. വാസ്തവത്തിൽ ദൈവം ദൈവിക സ്വസ്ഥത, ആ സ്വസ്ഥത മനുഷ്യൻ അനുഭവിക്കണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹത്തിന് കഴിഞ്ഞകാല നിത്യതയുടെ പഴക്കമുണ്ട്. പുറകിലേക്ക് ഒന്നുകൂടെ പോയാൽ ഈ ആശയം നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാകും. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമ്മൾ വായിച്ചത്. പക്ഷെ 3-ാം അധ്യായത്തിൽ നിന്നും ഈ ആശയം വിശദീകരിക്കുമ്പോൾ അത് കൂടുതൽ മനസ്സിലാവും. അവർക്ക് എന്തുകൊണ്ടാണ് പ്രവേശിപ്പാൻ കഴിയാതെ പോയത്? പകൽ സംസാരിച്ചതിനോട് ബന്ധപ്പെട്ടുള്ള ഭാഗമാണ്. അതുകൊണ്ട് 18-ാം വാക്യം വായിക്കൂ. എബ്രായ ലേഖനം 3:18. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. യെസ്, എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ആണയിട്ട
ആണേട്ട് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? പത്തൊമ്പതാം വാക്യം. പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. ദൈവിക സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ദൈവം വിളിച്ച ഒരു ഗ്രൂപ്പിനെ നോക്കി ദൈവം തന്നെ വിളിച്ചു പറയുന്നു അവർ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ല. എന്നിട്ട് ദൈവം തന്നെ അതിന്റെ കാരണം പറയുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ഇങ്ങനെ അവിശ്വാസം നിമിത്തം. ആ 19ാമത്തെ വാക്യം അടിവരയിടുകയാണെങ്കിൽ കൊള്ളാം, അർത്ഥം നിറഞ്ഞതാണ്. ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം അറിയുന്നു, നാം കാണുന്നു. ശ്രദ്ധിച്ചേ, അപ്പൊ ദൈവിക സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നവന്റെ യോഗ്യത, ദൈവിക സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിയാഞ്ഞതിന്റെ കാരണം ഇത് രണ്ടും ഈ വാക്യത്തിലുണ്ട്. ദൈവിക സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിയാഞ്ഞതിന്റെ കാരണം അവരുടെ അവിശ്വാസമായിരുന്നു. ദൈവിക സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഒരാൾക്ക് വേണ്ടി അടിസ്ഥാന യോഗ്യതയാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽ സംസാരിച്ചതിനോട് കണക്റ്റഡ് ആയി തന്നെ ഈ ഭാഗം വിശദീകരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ ആശയത്തെ കൂടുതൽ ഗ്രഹിപ്പാനായിട്ട് കഴിയും. 40 ആണ്ട് ദൈവം അവരോട് ക്രുദ്ധിച്ചു, ദൈവം അവരോട് കോപിച്ചു, പാപം ചെയ്തവരോട് ദൈവം അകന്നു നിന്നു. ദൈവം അവരോട് പറഞ്ഞു നിങ്ങൾ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുമെന്ന്. എന്നാൽ പറഞ്ഞ അതേ ദൈവം തന്നെ ആണയിട്ട് പറഞ്ഞു, ഇല്ല, ഈ ജനത്തെ ഞാൻ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പിക്കത്തില്ല. ഇവർ മത്സരഗ്രഹമാകുന്നു, ഇവർ മത്സരികളാകുന്നു, ഒരു തരത്തിലും ഞാൻ ഇവരെ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല. എന്താണ് ദൈവത്തിന് ഈ സ്വസ്ഥത എന്ന് പറയുന്ന ഈ ആശയത്തോട് ഇത്ര ഒരു സ്നേഹം? ഇതറിയണമെങ്കിൽ കുറച്ചുകൂടെ പുറകിലേക്ക് പോകണം. ഏതാണ് ആ പുറകിലേക്ക് പോകേണ്ട ഭാഗം? ഉൽപ്പത്തിയിലേക്ക് ചെന്നാൽ അവിടെ നിങ്ങൾക്ക് ഒരു ചിത്രം കാണാം. ആരും എടുക്കണ്ട, ഞാനങ്ങ് പറഞ്ഞു പോകാം. ആ ഭാഗം എടുത്തു വായിക്കാൻ ഇന്ന് രാത്രിയിൽ തരമില്ല. എത്ര ഈ വിഷയം വെളിപ്പെട്ടാലും നമുക്ക് ഒരു 9 മണി 8:45 സംഭവം നിർത്തണം. അപ്പം പെട്ടെന്ന് ഞാനത് കമ്പിവാചകത്തിൽ പോലെ ആ പുറകിലുള്ള കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് മുമ്പോട്ട് വരും. ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്റെ ചരിത്രം എഴുതിയിരിക്കുന്ന ഭാഗത്ത് നിങ്ങൾ വായിച്ചാൽ അറിയാം, ദൈവം 6 ദിവസം കൊണ്ട് ഈ കാണുന്ന അണ്ഡഘടാകത്തെ മുഴുവൻ ഉണ്ടാകട്ടെ എന്ന വാക്കുകൊണ്ട് ദൈവം പടച്ചുരച്ചു. സാധാരണ മനുഷ്യനെ ഭൂമിയിൽ നിന്നും മണ്ണിൽ നിന്ന് ദൈവം മെനഞ്ഞെടുത്തു. ഇങ്ങനെ 6 ദിവസം കൊണ്ട് തന്റെ കരത്തിന്റെ പ്രയത്നമെല്ലാം നന്നായി നടക്കുന്നത് കണ്ടപ്പം ദൈവത്തിലുണ്ടായ ഒരവസ്ഥയാണ് 7-ാം ദിവസത്തിലെ സ്വസ്ഥത. ചെയ്തതെല്ലാം നന്നായി ചലിക്കുന്നത് കണ്ടപ്പം ദൈവത്തിലുണ്ടായ ഒരു ഫീലാണ് ദൈവിക സ്വസ്ഥത. അത് 7-ാം ദിവസത്തിൽ ദൈവം സ്വസ്ഥനായിരുന്നു എന്ന് ഉൽപ്പത്തിയിലെ പരാമർശത്തിൽ നിന്ന് നിങ്ങൾക്കത് വ്യക്തമാകും. കടലിൽ ചലിക്കേണ്ടത് കടലിൽ ചലിക്കുന്നു, ആകാശത്തിൽ പറക്കേണ്ടത് ആകാശത്തിൽ പറക്കുന്നു, ഭൂമിയിൽ ഓടേണ്ടത് ഭൂമിയിൽ ഓടുന്നു, ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ആ പദ്ധതിക്കൊത്തു വളരുന്നു. ഇതെല്ലാം കണ്ട് 7-ാം ദിവസം താൻ ചെയ്ത കരത്തിന്റെ പ്രയത്നങ്ങൾ മുഴുവൻ നന്നായി നടക്കുന്നത് കണ്ടപ്പോൾ ദൈവത്തിലുണ്ടായ ഒരവസ്ഥയാണ് സ്വസ്ഥത. അത് ദൈവത്തിന് മാത്രം അന്ന് ലഭിച്ചിരുന്നുള്ളൂ. നിങ്ങൾ ആ വാക്ക് കേൾക്കുന്നുണ്ടോ? ദൈവത്തിന് മാത്രമേ അന്ന് ആ സ്വസ്ഥത ലഭിച്ചിരുന്നു. എന്നാൽ അന്നു മുതൽ ദൈവത്തിന്റെ വലിയൊരു സ്വപ്നമാണ്, ആഗ്രഹമാണ്, ഞാൻ അന്ന് ഏദനിൽ എല്ലാം കണ്ട് അനുഭവിച്ച ആ സ്വസ്ഥത ഈ ജനത്തിനൊന്ന് കൊടുക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ ജനത്തിനൊന്ന് കൊടുക്കണം. അപ്പൊ പിന്നീട് ദൈവം ആ സ്വസ്ഥതയൊന്ന് കൊടുക്കാനുള്ള ശ്രമമാണ്. ആദത്തെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ ആദം സ്വസ്ഥനായിരുന്നു. നിങ്ങൾ ആ പദം കേട്ടു എന്ന് ചിന്തിക്കുക. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ ആദം അസ്വസ്ഥനല്ലായിരുന്നു, സ്വസ്ഥനായിരുന്നു. എന്നാൽ എപ്പോൾ പാപം ആദത്തിൽ പ്രവേശിച്ചോ അപ്പോൾ സ്വസ്ഥനായിരുന്ന ആദം അസ്വസ്ഥനാകാൻ തുടങ്ങി. ആദത്തിന് കുടുംബജീവിതത്തിൽ അസ്വസ്ഥത തുടങ്ങി, സന്തതികളിൽ അസ്വസ്ഥത തുടങ്ങി. അപ്പൊ ദൈവികമായ സ്വസ്ഥതയ്ക്ക് നേരെ വിപരീതമാണ് സാധാന്യമായ അസ്വസ്ഥത. ദൈവം സ്വസ്ഥത തരുമെങ്കിൽ പിശാച് അസ്വസ്ഥത തരും. ഇന്ന് നിങ്ങൾ അസ്വസ്ഥരാകുന്നുവെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് സാത്താനിൽ നിന്നുള്ളതാണ്. ഇതിനെ അഴിക്കാൻ യേശുവിന് കഴിയും. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തു. ഇതിനെ പൊട്ടിക്കാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. ഞാൻ ആ വിഷയത്തിന്റെ ആഴത്തിലേക്ക് വരാം. അപ്പോൾ എല്ലാം കണ്ടപ്പോൾ ദൈവത്തിലുണ്ടായ ആ ആനന്ദം, ദൈവത്തിലുണ്ടായ ആ സ്വസ്ഥത, അന്ന് ദൈവം അനുഭവിച്ച ആ ഫീല് ജനത്തിനിടയിലോട്ടൊന്ന് പകരാൻ ദൈവം ആഗ്രഹിച്ചു. ആദത്തെ അതിനുവേണ്ടി കണ്ടു. ആദത്തെ അസ്വസ്ഥനാക്കി കാലത്തിൽ പിശാച് തള്ളിക്കളഞ്ഞു. ആദാമ്യ സന്തതികളെ ഈ സ്വസ്ഥതയിലോട്ട് പ്രവേശിപ്പിക്കാൻ ദൈവം ശ്രമിച്ചു. ഒരു 2 ആൺമക്കൾ ആ വീട്ടിലുണ്ടായിരുന്നു. ഇവർ സ്വസ്ഥതയിൽ ജീവിക്കുന്ന കാലത്താണ് ഒരുത്തനെ വയലിൽ കൊണ്ടുപോയി മറ്റവന്റെ പള്ളയ്ക്ക് കത്തി കുത്തി കയറ്റി ഒരുത്തനെ കൊന്ന് അസ്വസ്ഥത വീണ്ടും ആ തലമുറയിൽ നടമാറി. നിങ്ങൾ വായിച്ചാൽ അറിയാം, ഓരോ സ്ഥലത്ത് അസ്വസ്ഥതകൾ ആരംഭിച്ചു.
കായിന്റെ നേതൃത്വത്തിൽ, ഹാബേലിന്റെ നേതൃത്വത്തിൽ ചരിത്രം മുമ്പോട്ട് നിങ്ങൾ വായിച്ചു നോക്കിക്കോ. ദൈവം അന്ന് പ്രവേശിച്ച സ്വസ്ഥത എന്ന വാഗ്ദത്തം ശേഷിച്ചു 275 തലമുറ. ഞാൻ അത് ആവർത്തിച്ച് പറയാം. 275 തലമുറ ജനിച്ചു മരിച്ചു. ദൈവം പറഞ്ഞു, എന്റെ സ്വസ്ഥതയിലേക്ക് എനിക്കിവരെ പ്രവേശിപ്പിക്കണം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആഴമായി വിളിച്ചു പറയട്ടെ, ഒരു തലമുറയ്ക്ക് പോലും ദൈവം അന്ന് ആഗ്രഹിച്ച സ്വസ്ഥത പ്രാപിക്കാൻ കഴിഞ്ഞില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കൽപ്പനയുടെ കാലം വന്നു. മനസാക്ഷി യുഗത്തിന്റെ കാലം കഴിഞ്ഞ് കൽപ്പനയുടെ കാലം. മോശയുടെ നേതൃത്വത്തിൽ ന്യായപ്രമാണ യുഗം ആരംഭിച്ചപ്പോൾ എഴുതപ്പെട്ട കൽപ്പനയിൽ ഒരു കൽപ്പന തന്നെ എഴുതി വെച്ചു. 7-ാം ദിവസം സ്വസ്ഥനായിരിക്കണം. 7-ാം ദിവസം ദൈവത്തിന്റെ ശബത്താണ്. കേൾക്കുന്നോ നിങ്ങൾ? ശബത്ത് എന്ന ആദ്യ ആശയം തന്നെ മനുഷ്യൻ സ്വസ്ഥനായിരിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് ദൈവം അയച്ചതാണ്. ആമേൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. സ്വസ്ഥനായിരിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ദൈവം അയച്ചതാ. പക്ഷെ നിങ്ങൾക്കറിയാമോ, ശബത്ത് എന്ന കൽപ്പന കൊടുത്തിട്ട് മനുഷ്യൻ സ്വസ്ഥനാകുന്നത് കാണാൻ ദൈവം കാത്തിരുന്നു. 6 ദിവസം നിങ്ങൾ അധ്വാനിച്ചു, 7-ാം ദിവസം ശബത്താകുന്നു. അന്നൊന്നും ചെയ്യരുത്. ആ ദിവസത്തെ ദൈവത്തിന് വേർതിരിച്ചിട്ട് ശാന്തമായിട്ടിരിക്കണം. അന്ന് ഒരു ജോലിയും ചെയ്യരുത്. ശബത്തിന്റെ ഉപദേശം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാം. അന്ന് ഒരു ജോലിയും ചെയ്യരുത്. മന്ന വീഴുന്ന മന്ന പോലും ഒന്ന് വെറുക്കരുത്. ആരെങ്കിലും ജോലി ചെയ്താൽ അവൻ ജനത്തിനിടയിൽ നിന്ന് ഛേദിക്കപ്പെടണം. അന്ന് റെസ്റ്റാണ് എന്ന് പറഞ്ഞ ആ വാക്ക്. അന്ന് റെസ്റ്റാണ്. അന്ന് എല്ലാ അർത്ഥത്തിലും റെസ്റ്റാണ്. അന്ന് എല്ലാ അർത്ഥത്തിലും റെസ്റ്റാണ്. ആ ദിവസം റെസ്റ്റാണ്. ദൈവം എന്തിനാ ഈ 7-ാം ദിവസത്തിൽ റെസ്റ്റ് അനുവദിച്ചത്? ദൈവം അന്ന് അനുഭവിച്ച സ്വസ്ഥത ഒരു ദിവസമെങ്കിലും ആഴ്ചയിൽ മനുഷ്യൻ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ദൈവം ആദ്യം ആഗ്രഹിച്ചതല്ലായിരുന്നു. ദൈവം സൃഷ്ടിച്ച ആദം ഒരു ദിവസം സ്വസ്ഥതയിൽ കയറണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. അവൻ 24 മണിക്കൂറും 365 ദിവസവും സ്വസ്ഥതയിൽ ജീവിക്കണമെന്നായിരുന്നു ദൈവം ആഗ്രഹിച്ചത്. പക്ഷെ പാപത്തിന്റെ പ്രവേശനത്തോടെ അസ്വസ്ഥത ആരംഭിച്ചു. അന്ന് മുതൽ സ്വസ്ഥത എന്ന വാഗ്ദത്തം കിടക്കുന്നു. അസ്വസ്ഥതയോടെ മനുഷ്യൻ ഓടി നടക്കുന്നു. ദൈവം കൽപ്പന കൊടുത്തു. ശബത്ത് എന്ന ഉപദേശം കൊണ്ടുവന്നു. ശബത്ത് എന്ന ഉപദേശം കൊണ്ടുവന്നിട്ട് സ്വസ്ഥത ഭൂമിയിൽ ഉണ്ടായില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞു. 6 ദിവസത്തെ പണി കഴിഞ്ഞ് 7-ാം ദിവസം ടെൻഷനോടെ എല്ലാവരും ഇരുന്നു. ദൈവം ആഗ്രഹിച്ച ഫ്രീഡം, സ്വസ്ഥത ആർക്കും ലഭിച്ചില്ല. സ്വസ്ഥത കൽപ്പിച്ച ദൈവം തന്നെ തന്റെ പുത്രനെ ഭൂമി അയച്ചിട്ട് ഞാൻ ആഗ്രഹിച്ച സ്വസ്ഥത ആൾക്കാർ ഇപ്പൊ സ്വീകരിക്കുന്നുണ്ടോ എന്ന് നോക്കിയപ്പോ പുത്രൻ വന്നപ്പോഴാണ് മനസ്സിലായേ സ്വസ്ഥത പുറത്തും അസ്വസ്ഥത അകത്തുവാ. അതുകൊണ്ട് ആ പുത്രൻ ശബത്തിൽ വന്ന് എല്ലാ അത്ഭുതം ചെയ്തിട്ട് പറഞ്ഞ് ദൈവം ആഗ്രഹിച്ച സ്വസ്ഥത എന്ന് പറഞ്ഞാൽ വരണ്ട കൈയുള്ളവൻ വരണ്ട കൈയോടെ ഇരിക്കുന്ന സ്വസ്ഥതയല്ല, വരണ്ട കൈയുള്ളവൻ കൈ സൗഖ്യമായിട്ടുള്ള ഒരു സ്വസ്ഥതയാണ്. നിങ്ങൾ എത്ര പേര് അത് കേട്ടു എന്ന് എനിക്കറിയത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അയ്യോ, ഞാനിത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ എനിക്കറിയാൻ കഴിയുന്നു, ഇന്ന് അസ്വസ്ഥമാകുന്ന ഏതെങ്കിലും മേഖലകൾ നിങ്ങളെ ചുറ്റിപ്പിടിക്കുന്നെങ്കിൽ ഈ വചനത്തോട് ആമേൻ പറഞ്ഞ് പ്രതികരിച്ചോ. ആ അസ്വസ്ഥതകളുടെ മധ്യത്തിൽ ഒരു വലിയ ദൈവിക റെസ്റ്റ് വ്യാപരിക്കാൻ പോവുകയാണ്. ഒരു വലിയ ദൈവിക സ്വസ്ഥത പ്രാപിക്കാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ അത് വിശ്വസിക്കുന്നെങ്കിൽ ഒന്ന് കരമടിച്ചതിനോടൊന്ന് പ്രതികരിച്ചു. എല്ലാവരും ഒന്ന് പ്രതികരിച്ചു. ശക്തിയോടൊന്ന് പ്രതികരിച്ചു. ആ റെസ്റ്റ് വ്യാപരിച്ചു തുടങ്ങട്ടെ. ഒരൊറ്റ മുതൽ ആ റെസ്റ്റ് വ്യാപരിച്ചു തുടങ്ങട്ടെ. അസ്വസ്ഥമാക്കുന്ന മേഖലകൾ ഇന്ന് ഉരുകി തുടങ്ങട്ടെ. അസ്വസ്ഥതകൾ അഴിഞ്ഞു തുടങ്ങട്ടെ. ആ റെസ്റ്റ് അങ്ങോട്ട് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളിൽ നല്ല ശതമാനം ചെയ്തത് ശബത്തില. എന്റെ ചിന്തയിൽ വന്ന ഒരു വലിയ ഒരു പ്രശ്നം ഇതായിരുന്നു. ശബത്ത് കൽപ്പിച്ച ദൈവത്തിന്റെ കൽപ്പന തന്നെ ഭൂമിയിൽ വന്ന് ദൈവപുത്രൻ ലംഘിക്കുന്നുവോ? ശബത്തിൽ ഒരു ജോലിയും ചെയ്യരുത് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പുത്രൻ ഭൂമിയിൽ വന്നിട്ട് ശബത്തിൽ തന്നെ കിടക്കയെടുത്ത് നടക്കാൻ പറയുന്നു. ശബത്ത് ദൈവത്തിന് സെപ്പറേറ്റ് ചെയ്യണം, അന്ന് കഴിയുമെങ്കിൽ ഉപവസിച്ചിരിക്കണമെന്ന് പറഞ്ഞ ദൈവപുത്രൻ തന്നെ കതിര് പറിച്ചു തന്ന ശിഷ്യന്മാർക്ക് സൈഡ് നിൽക്കുന്നു. വയലിൽ കൂടെ പോയപ്പോഴേ കതിര് പറിച്ചു നിന്നു. നെൽമണി പറിച്ചു നിന്നപ്പം അവിടെ ചോദ്യം ഉണ്ട്, അയ്യോ ഇന്ന് ശബത്തല്ലേ, ഇതെന്നെ ശിഷ്യന്മാർ ഇത് ചെയ്ത മോശമല്ലേ? ഉടനെ യേശു അവർക്ക് സൈഡ് നിന്ന് പറഞ്ഞു, അയ്യോ ഈ ശബത്ത് ഇതിനു മുമ്പേ ലംഘിച്ച ചരിത്രമുണ്ട്, നിങ്ങൾ പോയി വായിച്ചു നോക്ക്. ദാവീദിന്റെ കാലത്ത് പുരോഹിതന്മാർക്ക് വേണ്ടി മാത്രം വെച്ചിരുന്ന അപ്പം എടുത്ത് ഭക്ഷിച്ച എന്താ ഇത്? ശബത്ത് കൊടുത്ത ദൈവത്തിന്റെ കൽപ്പനയെ ദൈവപുത്രൻ ഭൂമിയിൽ വന്ന് ലംഘിക്കുകയോ? അവൻ ശബത്തിൽ രോഗികളെ സൗഖ്യമാക്കുമോ എന്നറിയേണ്ടതിന് വരണ്ട കൈയുള്ള ഒരുവനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. നിങ്ങൾ എന്നെ കേട്ടോണേ, ഇന്ന് രാത്രി ആഴമായ ഭാഗങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോവാ. വരണ്ട കൈയുള്ള ഒരുവനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. നിങ്ങൾക്ക് ആ ചരിത്രം വായിച്ചാൽ അറിയാം, യേശു അന്ന് സൗഖ്യമാക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല.
കാരണം അന്ന് റെസ്റ്റ് ആരും ഒന്നും ചെയ്യാൻ പാടില്ല. യേശു അന്ന് തന്നെ അവനെ സൗഖ്യമാക്കി. എന്നിട്ട് അവിടെ പറഞ്ഞ ഒരു വാക്കാണ് ഇന്നത്തെ ഈ ദൂതിന്റെ കാതലായ കേന്ദ്രബിന്ദു. ഞാൻ ശബത്തിനും കർത്താവാ. നിങ്ങൾ കേട്ടത് ശബത്തിനെന്നാ, അതുകൊണ്ടാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ശബത്തിനെന്നല്ല, ഞാൻ പറഞ്ഞത് ശബത്തിനും കർത്താവെന്നാണ്. ഞാൻ ശബത്തിന്റെ ലോഡാണ്. ആശയം വിശദീകരിക്കാം. ആശയം വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് തുറക്കും. ഞാൻ ശബത്തിന്റെ ലോഡാണ്. ഞാൻ ശബത്തിന്റെ കർത്താവാണ്. ശബത്തിന്റെ മേൽ കർത്തൃത്വമുള്ളവനാണ് ഞാൻ. കുറച്ചുകൂടി ആശയത്തെ ഇറക്കി പറയാം. ഐ ആം ദ സബത്ത്. ഞാനാണ് ശബത്ത്. ഒന്ന് മിണ്ടിക്കേ ആമേൻ. ഒന്നുകൂടെ മിണ്ടിക്കേ ആമേൻ. ഞാനാണ് സ്വസ്ഥത. എന്നിലാ സ്വസ്ഥത. ഞാൻ വരുമ്പോഴാ സ്വസ്ഥത കിട്ടുന്നേ. ഓ, ആരെടുക്കും അത്? ഞാൻ വരുന്നത് വരെ അസ്വസ്ഥരായിരിക്കും, പക്ഷെ ഞാൻ വരുന്നതോടെ അസ്വസ്ഥതകൾ ഇളകാൻ തുടങ്ങും. ഞാൻ ആ സ്വസ്ഥത. പിതാവ് അന്ന് ഉല്ലസിച്ചത് എന്നില്ല. ഐ ആം ദ റെസ്റ്റ്. ഓഹോ, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനി ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒന്നുകൂടെ ആ റെസ്റ്റിൽ ഇരുന്നുകൊണ്ടൊന്ന് കർത്താവിനെ സ്തോത്രം. ഞാൻ ആ ശബത്ത്. ഞാൻ ശബത്തിനും കർത്താവാ. പക്ഷപാത രോഗിയോട് യേശു പറയുമ്പോൾ പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താണെന്നറിയോ അത്? ആ വാക്കിതാണ്, നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. ഉടനെ അവിടെ സംസാരം തുടങ്ങി. എടാ, ദൈവത്തിന് മാത്രമല്ല പാപത്തെ മോചിക്കാൻ അധികാരമുള്ളൂ. നീ ആരുടെ ഭൂമി വന്ന് പാപത്തെ മോചിക്കാൻ ആര്? നീ ദൈവമാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ദൈവത്തിന്റെ സ്വഭാവം ഒന്നും നിനക്കില്ല. ദൈവം പിള്ളേരെ വിളിച്ച് മടിയിലിരുത്തി ഇങ്ങനെയുള്ളവർക്ക് ദൈവരാജ്യത്തൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ദൈവം എന്ന് പറഞ്ഞാൽ പർവ്വതത്തിന് മേളിൽ ഇറങ്ങുള്ളൂ. ദൈവം എന്ന് പറഞ്ഞാൽ കൂരിരുട്ട്, കാർമേഘം, മിന്നൽ, പിണർ, ഇടിമുഴക്കം, ഇതിന്റെ അകത്തെല്ലാം ഇറങ്ങി വരുന്ന കൂരിരുട്ട്, വാക്കുകളുടെ ശബ്ദം, ഇതെല്ലാം കഴിഞ്ഞിട്ട് നീ ദൈവമാണെന്ന് പറയുകയും ചെയ്യും. മനുഷ്യന്റെ സ്വഭാവം കാണിക്കുകയും ചെയ്യും. ദൈവത്തിന് ദാഹമില്ല, പക്ഷെ നിനക്ക് ദാഹമുണ്ട്. ദൈവത്തിന് ഉറക്കമില്ല, പക്ഷെ നിനക്ക് ഉറക്കമുണ്ട്. ദൈവത്തിന് ക്ഷീണമില്ല, പക്ഷെ നിനക്ക് ക്ഷീണമുണ്ട്. ദൈവം മരിക്കുകയല്ല, പക്ഷെ നീ മരിക്കുമെന്ന് നീ പറയുന്നു. നിങ്ങൾ ആരും ഇവിടെ ഇല്ല. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? പക്ഷപാത രോഗിയോട് അന്ന് കർത്താവ് പറഞ്ഞ പദം നിങ്ങൾക്കറിയാം. എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക്. കർത്താവേ, പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരെ, പിന്നെന്തിനാ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കാൻ പറയണ്ടേ? കർത്താവ് എന്നോട് പറഞ്ഞ ഒരു ആശയം ഞാൻ നിങ്ങളോട് പറയാം. പാപം മോചിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കണം. ആ വർക്ക് ഇന്ന് ചെയ്യണം. എന്ന് ചെയ്യണം. എന്ന് ചെയ്യണം. ഇന്ന് ചെയ്യണം. ആ വർക്ക് ഇന്ന് ചെയ്യരുതെന്നല്ലേ പിതാവ് പറഞ്ഞേ? ആ വർക്ക് ഇന്ന് ചെയ്യരുതെന്നല്ലേ പിതാവ് പറഞ്ഞേ? പിന്നെ പുത്ര, ഇന്ന് തന്നെ അങ്ങ് കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു തന്നെ. പിതാവ് പറഞ്ഞത് കേട്ടത് മാറിപ്പോയി. പിതാവ് ആഗ്രഹിച്ച റെസ്റ്റ് കിടക്കുന്ന റെസ്റ്റ് അല്ല. കിടക്കെ വന്നവൻ കിടക്ക എടുത്ത് തുള്ളിച്ചാടുന്ന റെസ്റ്റാ പിതാവ് ആഗ്രഹിച്ചേ. പക്ഷെ മനുഷ്യൻ മനസ്സിലാക്കിയത് കിടക്കുമ്പോൾ ഉള്ള റെസ്റ്റാ. ദൈവത്തിന്റെ ഹൃദയത്തിലെ റെസ്റ്റ്, ശബത്ത് എന്ന ചിന്തയും മനുഷ്യൻ ഭൂമിയിൽ പ്രചരിപ്പിച്ച ശബത്ത് എന്ന ചിന്തയും തമ്മിലുള്ള അന്തരമാണ് പുത്രൻ യഥാർത്ഥ ശബത്തിനെ പഠിപ്പിക്കാൻ കാര്യം. എത്ര പേർക്ക് മനസ്സിലായി? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അത് ആ ഭാഗത്തേക്ക് ഇറങ്ങി വന്നാൽ നിങ്ങൾക്ക് ആശയം മനസ്സിലാകും. ഈ ദൈവപുത്രൻ, പിതാവായ ദൈവം ശബത്ത് എന്ന കൽപ്പന സീനായി മലയിൽ വെച്ച് കൊടുത്തിട്ട് തന്റെ പുത്രൻ 2010 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വന്ന് നോക്കിയപ്പോ കൊടുത്ത കൽപ്പനയിൽ പിതാവ് ആഗ്രഹിച്ചതൊന്നും അല്ല ഭൂമിയിൽ നടക്കുന്നത്. എല്ലാ മാനസിക, ഭൗതിക, ആത്മീക എല്ലാ മേഖലയിലും മനുഷ്യൻ റെസ്റ്റ് അനുഭവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. പക്ഷേ ഇവിടെ ആണ്ടിനും ചങ്ങനാന്തിക്ക് ശബത്താന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, പക്ഷെ ഒരു റെസ്റ്റും ഇല്ല. ശബത്തെന്ന ഉപദേശവും നടക്കുന്നുണ്ട്. ഇവർക്കതൊരു മതമായി പോയി. ഇവർക്ക് ഇതിന്റെ എക്സ്പീരിയൻസ് നഷ്ടപ്പെട്ടു. അതിൻ്റെ അകത്തെ കാതൽ നഷ്ടപ്പെട്ടു. പിതാവായ ദൈവം അയച്ച ആഗ്രഹം നടക്കുകയില്ല എന്ന് കണ്ടപ്പോൾ പുത്രൻ തന്നെ പറഞ്ഞു, നിങ്ങൾ കൊണ്ടാടുന്നതല്ല ശബത്ത്. ഞാൻ പറയാൻ എന്നാ ശബത്തെന്ന്. വരണ്ട കൈയുള്ളവൻ വരണ്ട കൈയോട് ഇരുന്നിട്ട് സ്വസ്ഥനായിരിക്കാൻ പറ്റുകയില്ല. അവന്റെ വരണ്ട കൈ ഇന്ന് സൗഖ്യമായിട്ട് അവൻ സ്വസ്ഥനാകണം. അപ്പൊ കണ്ടോ, ദൈവിക സ്വസ്ഥത നിങ്ങളുടെ അസ്വസ്ഥതയ്ക്കകത്ത് വ്യാപരിക്കുമ്പം അസ്വസ്ഥത അവിടെ ഇരിക്കത്തില്ല. ആ സ്വസ്ഥത വരുമ്പം സ്വസ്ഥതയ്ക്ക് വഴിമാറും. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞു തുടങ്ങിക്കോ. ഇന്ന് ദൈവം അന്ന് ആഗ്രഹിച്ച അതേ റെസ്റ്റ് ഇവിടെ ഒന്ന് വ്യാപരിച്ചാൽ, സത്യം ഞാൻ പറയാം, ഈ റെസ്റ്റിലേക്ക് നിങ്ങളൊന്ന് പ്രവേശിച്ചാൽ പിന്നെ ഈ ആദിയില്ലാത്തൊരു ജീവിതം ഭയങ്കരമായിട്ട് ദൈവം നമുക്ക് തരാൻ പോവുകയാണ്.
പിശാചിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾ അസ്വസ്ഥരാകണമെന്നാണ്. നിങ്ങൾ അസ്വസ്ഥരാകുന്നത് കാണാൻ ഭൂമിയിൽ ആഗ്രഹിക്കുന്ന ഏകയാള് പിശാചും പിശാചിന്റെ ആൾക്കാരും മാത്രമാണ്. എന്നാൽ നിങ്ങൾ സ്വസ്ഥരാകാൻ ആഗ്രഹിക്കുന്നത് ദൈവം മാത്രമാണ്. ഇന്ന് രണ്ട് ശക്തികൾ ഇവിടെ വാദിച്ചു നിൽപ്പുണ്ട്. ഒന്ന്, നിങ്ങളെ സ്വസ്ഥനാകാൻ ആഗ്രഹിക്കുന്ന ദൈവവും നിങ്ങളെ അസ്വസ്ഥരാക്കാൻ ആഗ്രഹിക്കുന്ന പിശാചും. എന്നാൽ ദൈവം വന്നത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ്. ഓ മനുഷ്യപുത്രൻ എന്തിനു വന്നു? അസ്വസ്ഥതയുടെ മേഖലയെ അഴിച്ചിട്ട് അത് വ്യാപരിച്ചു തുടങ്ങി. പിശാചെ വെറുതെ നോക്കിയിരിക്കണ്ട. ഇവിടെ അസ്വസ്ഥപ്പെടാൻ ആളെ കിട്ടുകയില്ല. ഒരിക്കലും ജീവിതത്തിൽ അസ്വസ്ഥപ്പെടാൻ കഴിയാത്ത ഒരു മേഖലയിലേക്ക് ഈ വചനത്തിന്റെ ആലോചന ചിലരെ പ്രവേശിപ്പിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ മാത്രം പ്രതികരിച്ചോ. ഇനി മേലാൽ നിങ്ങൾക്ക് അസ്വസ്ഥപ്പെടാൻ പറ്റുകയില്ല. ചിന്തിച്ചാൽ പോലും നിരാശപ്പെടാൻ കഴിയാത്ത നിലയിൽ ഒരു ദൈവിക സ്വസ്ഥത വ്യാപരിക്കാൻ പോകുകയാണ്. ഓ മൈ ഗോഡ്, ഹല്ലേലൂയ, ഓ ജീസസ്, ഓ ജീസസ്. നിങ്ങൾ നോക്കിക്കോ, ഈ ഞാൻ ആ ശബത്ത് എന്ന ആശയം, ഞാൻ ശബത്തിന് കർത്താവാന്നുള്ള ആശയം, അരാമ്യയുടെ ആഴം ഞാൻ ആഴാഞ്ഞറിഞ്ഞപ്പോഴാണ് ആ വാക്കിന്റെ ആഴം ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ശബത്തിന് കർത്താവാകുന്നു എന്ന് മലയാളം വേർഷനിൽ എഴുതപ്പെട്ടപ്പം അതിന്റെ റൂട്ട് മീനിങ്ങിൽ എഴുതിയിരിക്കുക, ഞാൻ ആ ശബത്ത്, എന്നിലാ റെസ്റ്റ്. അന്ന് പിതാവ് ഉല്ലസിച്ചത് എന്നിലാ. അതേ ഉല്ലാസം ഇന്ന് എന്നെ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കൊടുക്കാം. പുത്രനിൽ പിതാവ് അന്ന് ആനന്ദിച്ചെങ്കിൽ അതേ ആനന്ദം വിശ്വസിക്കുന്നവർക്ക് ഇന്നിവിടെ ലഭിക്കുകയാണ്. അതേ റെസ്റ്റ്, സെയിം റെസ്റ്റ്. ഓ മൈ ഗോഡ്, സെയിം റെസ്റ്റ്. എല്ലാം നന്നായി പോകുമ്പോ ഒരുവനിൽ ഉണ്ടാകുന്ന ഫീൽ റെസ്റ്റ്. ഇന്നെല്ലാം നന്നായി പോകാൻ പോവാ. ഹല്ലേലൂയ. ഒന്ന് മിണ്ടിക്കാമേ. പുത്രം വന്ന് നോക്കിയപ്പം പിതാവ് ആഗ്രഹിച്ചതൊന്നുമല്ല ഭൂമി നടക്കുന്നത്. പുത്രം വന്ന സിസ്റ്റത്തെ മുഴുവൻ പൊളിച്ചു കളഞ്ഞു. ആഴ്ചയിൽ ഒരു ദിവസം സ്വസ്ഥതയിൽ പ്രവേശിച്ചവരോട് പറഞ്ഞു, ആഴ്ചയിൽ ഒരു ദിവസമല്ല, ഞാൻ ശബത്തിന് കർത്താവായി നിന്റെ അകത്ത് കയറിയ പിന്നെ, നിങ്ങൾ കേട്ടില്ല അത്, ഞാൻ ശബത്തിന് കർത്താവായി നിങ്ങളുടെ അകത്ത് കയറിയ പിന്നെ നിങ്ങൾക്ക് അസ്വസ്ഥത എന്നൊരു സംഭവം ഉണ്ടാകത്തില്ല. അതാ യേശു പറഞ്ഞ, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്ന പോലെയല്ല. അത് ലോകത്തിന് ഭയങ്കര റെസ്റ്റ് വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവദാസന്മാർ ഇന്ന് റെസ്റ്റിലേക്ക് പ്രവേശിക്കണം. ദൈവകുടുംബങ്ങൾ സഭയായി റെസ്റ്റിലേക്ക് പ്രവേശിക്കണം. ബെഥേലേജ് ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ഇന്ന് രാത്രിയിലെ പ്രഥമ പദ്ധതി, നിങ്ങളൊരു വലിയ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണം. സഭയുടെ സ്വസ്ഥതയുടെ നാളുകൾ അടുത്തിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നും മാറുമ്പോൾ ഒന്നുപോലെ പ്രശ്ന സങ്കീർണമാകുന്ന അവസ്ഥകളിലൂടെ സഭ കടന്നുപോയെങ്കിൽ ഈ രാത്രി ഞാൻ പ്രവചിച്ചു പറയാം, ഇനി അതുണ്ടാവുകയില്ല. ഒരു വലിയ റെസ്റ്റിലേക്ക് സഭയെ ദൈവം പ്രവേശിപ്പിക്കാൻ പോവുകയാണ്. ഒരു വലിയ റെസ്റ്റിലേക്ക് പുത്രൻ അതിന് കർത്താവായിട്ടെന്ന് വെളിപ്പെടാൻ പോവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ ശബത്തിന് കർത്താവാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയത്തിനകത്തേക്ക് ഞാൻ ഇറങ്ങാൻ പോവാ. അതിനെ അഴിച്ച് ഞാൻ നിന്നെ എന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പിക്കാൻ പോവാ. അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇങ്ങനെ അങ്ങ് വിശ്വസിച്ചോ. എവിടെ അസ്വസ്ഥതയുണ്ടോ അവിടെ സ്വസ്ഥത തരാൻ സാക്ഷാൽ സ്വസ്ഥതയായവൻ, സാക്ഷാൽ യേശുവിന്റെ ശുശ്രൂഷ നടന്നത് മുഴുവൻ ഇതാ. ഏതേലും വീട്ടിൽ അസ്വസ്ഥതയുണ്ടോ കർത്താവ് അവിടെ പ്രത്യക്ഷപ്പെടും. സ്വസ്ഥത അവിടെ വ്യാപരിക്കാൻ തുടങ്ങും. ആ ഡിവൈൻ റെസ്റ്റ് വ്യാപരിക്കട്ടെ കർത്താവേ. ഇന്ന് ഓരോ സ്ഥലത്തും യേശു ചെല്ലുന്നത് വരെ അസ്വസ്ഥത വ്യാപരിക്കും. കർത്താവ് ചെല്ലുന്ന സെക്കൻഡിൽ അസ്വസ്ഥത സ്വസ്ഥതയ്ക്ക് വഴിമാറും. മരിച്ച വീടാകട്ടെ, തളർന്ന് തകർന്ന വ്യക്തിയാകട്ടെ, കുട്ടരോഗം, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കാൻ. ഇനി നീ അസ്വസ്ഥയായിരിക്കണ്ട, നിന്റെ ബാധയാ നിന്നെ അസ്വസ്ഥയാക്കിയേ. ഞാൻ നിന്റെ കർത്താവാകുമ്പോ ഞാൻ നിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ, ഞാൻ ആ പദം ആവർത്തിക്കട്ടെ,
ഞാൻ ശബത്തിന്റെ ലോഡാന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നേ. ഞാൻ നിന്നെ നിയന്ത്രിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ നിന്നെ നിയന്ത്രിച്ച ആ നിയന്ത്രണ വലയം പൊട്ടുകയാ. നീ എന്റെ കൺട്രോളിൽ വരാൻ പോവാ. ചലിക്കുന്നു. മാർത്തി തുറന്നു പറയാൻ ധൈര്യമുള്ളവര് തുറന്നു പറ. ഞാൻ കരയുന്നത് കാണാൻ കണ്ണു തട്ടി ഇനി ഇരിക്കണ്ട. ഇനി ഈ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരത്തില്ല. എന്റെ ആനന്ദത്തിന്റെ നാളുകൾ അടുത്തു വന്നിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിൽ ആനന്ദിക്കാൻ പോവുകയാണ്. വാ തുറന്നു പറ. ഓ സ്തോത്രം. അപ്പൊ റെസ്റ്റ് എന്നാന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാ പുത്രൻ വന്നേ. പുത്രനിലാണ് റെസ്റ്റ് എന്ന് പറഞ്ഞേ. പുത്രനാ ശബത്ത്. ഉറക്കെ പറ. പുത്രനാ ശബത്ത്. ഈസ് ദ ലോർഡ്. അവനാണ് ശബത്തിന്റെ കർത്താവ്. ശബത്തിന് മേൽ കർത്തൃത്വം ഉള്ളവൻ അവനാ. ശബത്തിന്റെ റൂളർ അവനാ. ശബത്ത് അവന്റേതാ. ശബത്ത് അവന്റെ കൺട്രോളാ. ശബത്തിൽ നീ പ്രവേശിക്കുന്നു പറഞ്ഞാൽ അവന്റെ അധീനതയിൽ നീ വരുന്നു എന്നാ. അവന്റെ അധീനതയിൽ വരുന്നു എന്ന് പറഞ്ഞാൽ വേറൊരുവന്റെ അധീനതയിൽ നിന്ന് പൊട്ടുന്നു എന്നാ. അത് പൊട്ടുന്നു. ഇന്ന് ഇസ്രായേൽ മക്കൾക്ക് ദൈവം ഈ സ്വസ്ഥത ഒരുക്കാഞ്ഞിട്ടല്ല പ്രിയരെ. ദൈവം ഒരുക്കിയെന്നവർക്ക് ഉറപ്പില്ലായിരുന്നു. നിങ്ങൾ ആ 3-ന്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഹീബ്രൂസ് 3 ലാസ്റ്റ് വേഴ്സ് ഒന്ന് വായിച്ചേ. ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. എവിടുന്ന് വരുന്നു ആ ശബ്ദം? ആരാ വായിക്കുന്നത്? ഇങ്ങനെ അവിശ്വാസം നിമിത്തം വായിച്ചു. ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ദൈവം ഇങ്ങനെ ഒരു സ്വസ്ഥത ഇവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്നുള്ള ഉറപ്പ് അവർക്ക് കിട്ടിയില്ല. അവരപ്പോഴും ടെൻഷൻ അടിച്ച് നടന്നു. ഹലോ, അതുകൊണ്ട് അവർക്ക് അനുഭവിക്കാൻ പറ്റിയില്ല. ഇന്ന് ഉറപ്പുണ്ടെങ്കിൽ നിനക്ക് അനുഭവിക്കാം. വേറെ ഒന്നും വേണ്ട. ദൈവം എനിക്ക് സ്വസ്ഥത വരുത്തി എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിനക്ക് അനുഭവിക്കാം. ഇതാ കർത്താവ് പറഞ്ഞത്. ഞാനെല്ലാം മോനെ നിനക്ക് വേണ്ടിയുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞു. കാൽവരിയിലാണ് റെസ്റ്റ് യഥാർത്ഥമായിട്ട് വെളിപ്പെടുന്നത്. 3.5 കൊല്ലമേ കിട്ടിയുള്ളൂ. തൊട്ടുവരുമ്പ് കുറച്ച് കാര്യമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്കി നീ ചെയ്ത് പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ, ക്വസ്റ്റ്യൻ പേപ്പർ പോലെ എന്റെ കൈ തന്നതല്ല എന്റെ ക്രിസ്ത്യാനിറ്റി, എന്റെ മാർഗം. ക്രൂശിൽ കിടന്ന് യേശു പറഞ്ഞ വാക്കറിയാങ്കിൽ തന്റെ ഇടത്തോടെ വാ തുറന്ന് പറ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സകലവും നിവർത്തിയായി. നിനക്ക് സ്വസ്ഥത കയറാനുള്ളതെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഉറപ്പുണ്ട്, കേറിക്കോ. ഇനി ഈ ഉറപ്പുണ്ട്, കേറിക്കോ. എനിക്ക് വേണ്ടി ഇതൊരു ഫീലാ. ഞാൻ പറയാം. എത്രയ്ക്ക് നിർത്തണം? ഇതൊരു ഫീലാ. ഞാൻ ഈ ഉദാഹരണം പറയാം, അപ്പൊ നിങ്ങൾക്ക് ആ ഫീല് മനസ്സിലാവും. ഞാൻ വലിയ പട്ടിണി അനുഭവിക്കുന്ന വ്യക്തിയാന്നിരിക്കട്ടെ. സാമ്പത്തിക മേഖലയിൽ വലിയ പരാജയം അനുഭവിക്കും. ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ. സാമ്പത്തിക മേഖല എനിക്ക് പരാജയമൊന്നുമില്ല. പരാജയം അനുഭവിക്കുന്ന വ്യക്തിയാന്നിരിക്കട്ടെ. അങ്ങനെ ചിന്തിക്കുക. എനിക്ക് ഒരു നിവൃത്തിയില്ല, ജീവിക്കാൻ നിർവാഹമില്ല, പട്ടിണി അനുഭവിക്കുന്ന ഒരു പരമാർത്ഥിയായ ഒരു മനുഷ്യനാണ് ഞാൻ എന്നിരിക്കട്ടെ. ഞാൻ ഈ പട്ടിണിയെ കണ്ട്, പട്ടിണിയെ കേട്ട്, പട്ടിണിയെ തൊട്ട്, പട്ടിണിയെ രുചിച്ച്, പട്ടിണി എൻ്റെ അകത്തോട്ട് കയറി, പട്ടിണി എൻ്റെ മുഖത്ത് കയറി, എൻ്റെ കൈ ഞാൻ അറിയാതെ താടിക്ക് കൊടുത്ത് ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ ഞാൻ അറിയാം എൻ്റെ അക്കൗണ്ടിൽ ഒരാൾ കൊണ്ട് ഒരു 10 കോടി രൂപ ഇട്ടു. അസൂയ, അതുകൊണ്ടാണ് വേണ്ടായിരുന്നത്. എൻ്റെ അക്കൗണ്ടിൽ ഒരാൾ കൊണ്ട് 10 കോടി രൂപ ഇട്ടു. ഇതറിയുന്ന സമയത്തുണ്ടല്ലോ, താടിയെന്ന് ആ കൈ അങ്ങ് എടുക്കും. അതുവരെ ഷേവ് ചെയ്യാത്ത ഞാൻ പോയി ഷേവ് ചെയ്യും. കേൾക്കുന്നുണ്ടോ നിങ്ങളെ? അന്ന് വരെ പട്ടിണി പറഞ്ഞ ഞാൻ അന്ന് മുതൽ സമൃദ്ധി പറയാൻ തുടങ്ങും. എന്നാ കാര്യം? എൻ്റെ അക്കൗണ്ടിൽ അത് വന്നു. ആ വന്നു എന്ന ഉറപ്പ് എനിക്ക് കിട്ടുന്നു, അന്ന് ഞാൻ സ്വസ്ഥനാവും. നിന്റെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞു.
നിന്റെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞു. നിനക്ക് വേണ്ടിയുള്ളതെല്ലാം കാൽവരി നടന്നു കഴിഞ്ഞു. നിന്റെ രോഗം തുടങ്ങിയിട്ട് 60 കൊല്ലമേ ആയുള്ളൂ. പക്ഷെ നിന്റെ സൗഖ്യം തുടങ്ങിയിട്ട് 2010 വർഷം കഴിഞ്ഞു. ഇന്നൊന്ന് എടുത്തോ അത്. ഇന്ന് വിശ്വസിക്കുന്നവനെല്ലാം അതിനെ പ്രാപിച്ചോ. എനിക്ക് വേണ്ടി ഒരാളെല്ലാം ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ എന്തിനാ അസ്വസ്ഥനാകുന്നേ? ആ ആളെ കുറിച്ചുള്ള ഉറപ്പ് കിട്ടിയാൽ ഞാനങ്ങ് സ്വസ്ഥനാവും. ഞാനങ്ങ് റെസ്റ്റിലേക്ക് പ്രവേശിക്കും. ഇന്ന് നിങ്ങൾ ആ റെസ്റ്റിലോട്ട് പ്രവേശിക്കണമെങ്കിൽ അവൻ എല്ലാം ചെയ്തു എന്ന ഉറപ്പുണ്ടാകണം, വിശ്വാസം ഉണ്ടാകണം. ഒന്ന് പറഞ്ഞ്, യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. Come on, speak it out. വാ തുറന്ന് പറ, യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ യേശു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ ഉറപ്പിക്കുന്നു. ഈ ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അസ്വസ്ഥനാകാൻ പറ്റുകയില്ല. സത്യം ബ്രദറെ, സത്യം സത്യം. ഞാനീ പറയുന്നത് സത്യമാണ്. ഞാനത് അനുഭവിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. വെറുതെ പറയല്ല. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ഉള്ളിൽ ആകുലങ്ങൾ, താങ്കളുടെ ഉള്ളിൽ ആകുലങ്ങൾ വരാൻ കാര്യം എന്താണെന്നറിയാമോ? ഒറ്റയ്ക്ക, എനിക്ക് വേണ്ടി ആരും ചെയ്യാനില്ല, ഇങ്ങനെ ഒരു ചിന്തയുള്ളതുകൊണ്ടാ. പക്ഷെ കണ്ണു തുറന്ന് കാണ്, നീ ജനിക്കുന്നതിന് മുമ്പേ നിനക്കുള്ളതെല്ലാം ചെയ്തു വെച്ചിരിക്കുക. ലോകത്തിന് അടിസ്ഥാനമിടുന്നതിന് മുമ്പേ, before the foundation of the world. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു ദൈവത്തെ എനിക്ക് ഈ ആയുസ് സേവിക്കാൻ പറ്റിയത് എത്ര വലിയ ഭാഗ്യമാ. ആദത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് കരിവേപ്പില ഉണ്ടാക്കിയില്ല. ആദത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ആദത്തിന് കറിക്കകത്തിടാൻ കരിവേപ്പില ഉണ്ടാക്കിയ ദൈവം. ആദത്തിന്റെ സസ്റ്റൈനിങ്ങിനുള്ളത് മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആദത്തെ ദൈവം സൃഷ്ടിച്ചത്. ഇത് തന്നെ അന്നും ഇന്നും ദൈവത്തിന്റെ പരിപാടി. നിനക്ക് രക്ഷപ്പെടാനും സൗഖ്യമാകാനും ഉള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. ചെയ്തു കഴിഞ്ഞു. അത് പറഞ്ഞുകൊണ്ട് കരമടിക്കുന്നെങ്കിൽ കരമടിക്ക്. ചെയ്തു കഴിഞ്ഞു. ആ റെസ്റ്റിലോട്ട് പ്രവേശിച്ചു. ചുമ്മാ റിലാക്സ് ആയിക്കോ. വെറുതെ റിലാക്സ് ആയിക്കോ. എന്ന് ആദിയോട് പറ, എന്റെ മേൽ വാഴാൻ നിനക്ക് അധികാരമില്ല. ആൻസൈറ്റിയോട് പറ, കുറച്ച് നാളായി നീ എന്റെ ബിപിയും കൂട്ടി ഇങ്ങനെ എന്റെ അകത്തിരിക്കുന്നു, ഇന്ന് നിന്നെ ഞാൻ ഇറക്കി വിട്ടേച്ചേ പോകത്തുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അമ്മമാര് പറയട്ടെ, മക്കൾ എന്റേതല്ല, മക്കളെ യഹോവ നൽകുന്ന ദാനമാ. അങ്ങനെയാണെങ്കിൽ ഇതുങ്ങളെ കുറിച്ച് ഓർത്ത് BP CP ഒന്നും കൂട്ടി ഞരമ്പ് പൊട്ടിക്കാൻ ഞാൻ തയ്യാറല്ല. തക്ക സമയത്ത് നടക്കേണ്ടതെല്ലാം നടക്കും. വിശ്വസിച്ചോ ഇന്ന് അർപ്പിക്കുന്നെങ്കിൽ ഉറപ്പിച്ചോ. അവർക്ക് കയറാൻ പറ്റി. റെസ്റ്റിന്റെ പ്ലേസിലേക്ക് നിങ്ങൾ കയറിക്കോ. യേശു ക്രിസ്തുവിലായി റെസ്റ്റ് കേട്ടോ. അടുത്തിരിക്കുന്ന ആളോട് പറ, യേശുവാണ് ശബത്ത്. യേശുവിലാണ് ശബത്ത്. ഹി ഈസ് ദ ലോർഡ് ഓഫ് ശബത്ത്. അവനാണ് ശബത്തിന്റെ കർത്താവ്. പറഞ്ഞോ, അവൻ ശബത്തിന്റെ കർത്താവാണ്. ശവോ എന്നല്ല, ശബം എന്ന് പറ. ശബത്ത്. അവനാ റെസ്റ്റ്. അവനിലാണ് റെസ്റ്റ്. അങ്ങനെ പറഞ്ഞു. യേശുവിലാണ് റെസ്റ്റ്. യേശുവാണ് ശബത്ത്. യേശുവിലാണ് ആ ശബത്തുള്ളത്. നിങ്ങൾക്കൊരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. മുഴുവൻ വിശദീകരിക്കാം. അതിലേക്ക് നമുക്ക് ഇറങ്ങണം. ഇന്ന് രാത്രി അതൊന്ന് കിട്ടണം. നമുക്ക് അന്ന് പ്രാപിക്കണം. വിശ്വസിച്ച ശബത്തിൽ പ്രവേശിക്കാം. പറ, ഈ ദൈവിക സ്വസ്ഥത അവർക്ക്. ശബത്ത് ഉപദേശക്കാരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ കാര്യം ഓർത്ത് എനിക്ക് ദുഃഖമുണ്ട്. നിങ്ങൾക്ക് ആഴ്ച ഒരിക്കലല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് എന്നും ശബത്താ. ഡെയിലി ശബത്താ നമുക്ക്. അപ്പൊ അവര് വന്ന് ചോദിക്കാറുണ്ട്, അയ്യോ നിങ്ങളെന്താ ശബത്ത് ദൈവം കൽപ്പിച്ചതല്ലേ, യഹോവയായ ദൈവം അന്ന് കൽപ്പിച്ചതല്ലേ? എന്റെ പൊന്നു സാറേ, നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കലല്ലേ ഇത്, ഞങ്ങൾക്ക് എന്നും ശബത്താ. എന്നും ശബത്തുള്ളവർക്കായി സ്തോത്രം. അസ്വസ്ഥത പുറത്തും സ്വസ്ഥത അകത്തുവാ. കേട്ടില്ല, അതുകൊണ്ടാ മിണ്ടാതിരുന്നേ. അസ്വസ്ഥത, എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന മുഴുവൻ പ്രശ്നങ്ങളെ നോക്കി ഞാൻ വിളിച്ചു പറയാം, വെറുതെ മോനെ, വെറുതെ നിന്റെ നേരം കളയാന്നേ ഉള്ളൂ. കാരണം നിനക്ക് എന്റെ പുറത്തെ തൊടാൻ പറ്റുള്ളൂ, നിനക്ക് തൊടാൻ കഴിയാത്തൊരു സ്വസ്ഥത. വെല്ലുവിളിക്കാൻ തയ്യാറായാട്ടെ. എടാ മരണമേ, ധൈര്യം ഉണ്ടെങ്കിൽ വാടാ. എന്നൊരു ജീവിതമായത്. ജീവിക്കുകയാണ്, ഇങ്ങനെ ജീവിക്കണം.
എടാ മരണമേ, എടാ വാഴ്ച എന്ന് പറയുമ്പോൾ മുട്ടിടിച്ച് കട്ടിലിനടി കയറുന്ന പെന്തിക്കോസുകാരെ അല്ല കർത്താവിന് വേണ്ടേ. വാഴ്ചയെ വെല്ലുവിളിക്കും. വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ അസ്വസ്ഥനാക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ വാ. നിനക്ക് ഏറിപ്പോയി എന്നെ കൊല്ലാൻ പറ്റും, കൊന്നേച്ചു പോടാ. കൊന്നാ ഞാൻ രക്ഷപ്പെട്ടു, സ്ഥിരമായ സ്വസ്ഥതയിലോട്ട് പോകും. നിന്നെ ആരെങ്കിലും കൊന്ന നീ രക്ഷപ്പെട്ടു. ആരെങ്കിലും കൊല്ലുമെന്ന് പറഞ്ഞാൽ വേഗം ആയിക്കോട്ടെന്ന് പറയാം. പ്ലീസ് ഡു ഇറ്റ്. എടാ, ഇത് ജീവിക്കാൻ കൊതിയുള്ളവന്റെ മാർഗമല്ല, ഇത് ചാകാൻ ഇറങ്ങിയവന്റെ മാർഗമാണ്. ഈ വെള്ളത്തിൽ ചാടി ചാകാൻ പോകുന്നതിന് എന്തിനാ മഴയെ പേടിക്കുന്നേ? വെള്ളത്തിൽ ചാടി ചാകുമ്പോൾ ഒരു പുള്ളി കയറ് പൊട്ടിക്ക്, എന്നെ അങ്ങ് വിട, ഞാൻ വെള്ളത്തിൽ ചാടി ചാട്ടെ, എന്നെ അങ്ങ് വിട. അപ്പൊ ഇങ്ങനെ ഈ തള്ളി ഇങ്ങനെ പോകുന്ന സമയത്ത് എല്ലാവരും പറയും, അയ്യോ പോനെ, പോണ്ട. അപ്പൊ പിടിച്ചവരെല്ലാം കുതിർച്ച്, എന്നെ വിടും, ഞാൻ വെള്ളത്തിൽ ചാടി പോ. അപ്പൊ എല്ലാവരും അങ്ങ് വിട്ടു. ഇപ്പൊ ഇങ്ങനെ പോകുന്നില്ല, ഇറമ്പത്ത് നിൽക്കുക. അപ്പൊ ചോദിച്ചു, എന്നാ സാറേ പോവാത്തെ? ഇപ്പൊ മഴയാ, ഇപ്പൊ പോയ നനയുന്നു. നീ വെള്ളത്തിൽ ചാടി ചാകുമ്പോ നനയത്തില്ലേ? കർത്താവിന് വേണ്ടി ഇറങ്ങി ചാകാൻ ഇറങ്ങ്. ജീവിക്കാനുള്ള മാർഗമല്ല ഇത് മരിക്കാൻ ഇറങ്ങിയവന്റെ മാർഗമാണ്. ബന്ധനം ഉണ്ടെന്ന് ദൂത് കേൾക്കുമ്പോൾ ചോദിക്കും, ബന്ധനം മാത്രമുള്ളോ? മരിക്കാൻ ഇറങ്ങിയതാ, എന്നാ ചെയ്യാനാ? ബന്ധനം മാത്രം എന്ന് പറയാതെ മരണം ഉണ്ടെന്ന് പറ. ഈ ലൈഫ് സ്റ്റൈൽ നിങ്ങളൊന്ന് ഇതൊന്ന് പ്രാക്ടിക്കലാക്കാൻ നോക്ക്. അഗബസ് വന്ന ആലോചന പറഞ്ഞു പൗലോസിനോട്, ഇത് ബന്ധനം കാത്തിരിപ്പുണ്ട് യെരൂശലേമിൽ. ഉടനെ പുള്ളി ഉപവാസ പ്രാർത്ഥന വെച്ചില്ല. പുള്ളി ചോദിച്ച വിഷയം ഇതാ, ബന്ധനം മാത്രമുള്ളോ? മരിക്കാൻ പോവാ, അവിടെ മരിക്കാൻ ഇറങ്ങിയതാ. ഇവിടെ ചാകാൻ ഇറങ്ങിയവൻ എന്തിനു യോലപാമ്പിനെ കണ്ടു പേടിക്കുന്നു? വിളിച്ചു പറ, നീ എന്നെ പുറത്ത് എത്ര അസ്വസ്ഥനാക്കിയാലും എന്റെ റെസ്റ്റിനെ ഇത് ബാധിക്കത്തില്ല. നിങ്ങൾക്ക് റെസ്റ്റ് തരാൻ യേശു സ്വർഗത്തിലല്ല, നിങ്ങൾക്ക് റെസ്റ്റ് തരാൻ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലാ. ഇതാ ഞാൻ പറഞ്ഞ, ഇവിടുത്തെ ഒന്നിനും nothing. കൃപ പ്രാപിച്ചവൻ ഇന്ന് രാത്രി വായി തുറന്ന് പറ, എടക്കള്ള പിശാചെ, നാണം കെട്ട പിശാചെ, വെറുതെ എന്റെ പുറകെ നടന്ന് നേരം കളയണ്ട. ഞാനങ്ങ് അസ്വസ്ഥനാകുകയല്ല. റിസൾട്ട് എങ്ങനെയാകും? സ്വസ്ഥത എന്നോട് പറ. എന്റെ റിസൾട്ട് എന്തായാലും ദൈവം അറിയുന്നു. ഭാവി എങ്ങനെയാകും? സ്വസ്ഥത എന്നോട് പറ. സാമ്പത്തിക കാര്യം, എല്ലാ മേഖലകളുടെ മേലും ഇന്ന് സ്വസ്ഥത വ്യാപരിക്കട്ടെ. ശുശ്രൂഷ സ്വസ്ഥമായിരിക്കെ, ചുമ്മാ റെസ്റ്റ് ചെയ്യേ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് പറ, വെറുതെ റെസ്റ്റ് ചെയ്യേ. അസ്വസ്ഥനാകരുത്. അസ്വസ്ഥനാകുന്നെങ്കിൽ പിശാച് ഉള്ളിലുണ്ടെന്നാണ് അർത്ഥം. സ്വസ്ഥനാകുന്നെങ്കിൽ യേശു ഉള്ളിലുണ്ടെന്നാണ് അർത്ഥം. വെറുതെ ഇരിക്കെ. അടുത്തിരിക്കുന്നവരോട് പറ, വെറുതെ ഇരിക്കെ. ദീർഘശ്വാസം വിട്. പറ. അടുത്തിരിക്കുന്നവിടെ അങ്ങ് പറഞ്ഞോ. പിണക്കമില്ലേ? പറഞ്ഞോ. പിണക്കം ഉണ്ടെ പറയരുത് കേട്ടോ, പ്ലീസ്. നിങ്ങൾ കൈ കൊടുത്ത് സ്വർഗത്തിൽ പോയാൽ ഞാൻ ഉത്തരവാദിയല്ല. നിങ്ങൾ കനിയെ കൈ കൊടുത്ത് സ്വർഗത്തിൽ പോയാൽ ഞാൻ ഉത്തരവാദിയല്ല. പിണക്കമില്ലെങ്കിൽ അങ്ങ് പറഞ്ഞോ. ദീർഘശ്വാസം വിട്. റിലാക്സ് ചെയ്യേ. പറഞ്ഞോ. ഫ്രീ ആയിക്കോ. നിങ്ങളങ്ങ് പറഞ്ഞോ. ആ കെട്ടുപൊട്ടും. നിങ്ങൾ പറയുമ്പോൾ ആ കെട്ടുപൊട്ടും. ഫ്രീ ആയിക്കോ. എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഒന്ന് പറഞ്ഞേ. ആ സവരങ്ങളെ ഒന്ന് പറഞ്ഞേ. റെസ്റ്റ് ചെയ്യാൻ പറ. വെറുതെ റെസ്റ്റ് ചെയ്യാൻ പറ. കോഴ്സ് കഴിഞ്ഞ് ജോലി എങ്ങനെ? റെസ്റ്റ് ചെയ്താൽ ജോലി കിട്ടും. വെറുതെ റെസ്റ്റ് ചെയ്യുക. ആ ദൈവ സാന്നിധ്യത്തിൽ അങ്ങ് റെസ്റ്റ് കണ്ടെത്ത്. ആ ദൈവ സാന്നിധ്യത്തിൽ അങ്ങ് സ്വസ്ഥത കണ്ടെത്ത്. എനിക്ക് വേണ്ടി വേറൊരാളുണ്ട്, പിന്നെ എന്തിനാ അപ്പൊ ഞാൻ അസ്വസ്ഥനാകുന്നേ? ആ ആളെ കുറിച്ചുള്ള ഉറപ്പില്ലെങ്കിൽ അസ്വസ്ഥരാകുന്നേ. ആ ആളെ കുറിച്ചുള്ള ഉറപ്പുണ്ടെങ്കിൽ അങ്ങ് സ്വസ്ഥതയാ. രണ്ട് കാര്യം പറയാം. ഞാൻ നിങ്ങളോട് പറയുക, മജസ്റ്റിക്കിൽ ഒരു സാധനം പോയി, ആരോടെങ്കിലും ഒരാളോട് പറയുക, ആ മജസ്റ്റിക്കിൽ ഒരു സാധനം നിങ്ങൾ പോയി ചെന്ന് ഉണ്ടാക്കിയെടുത്ത് അത് പുറത്ത് കൊണ്ടുവരണം എന്ന് പറയുകയും, മജസ്റ്റിക്കിൽ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് പോയി എടുത്തോണ്ട് വരിക എന്ന് പറയുകയും തമ്മിലുള്ള വ്യത്യാസം എന്താ? മജസ്റ്റിക് വെച്ചിരിക്കുന്ന സാധനം നിങ്ങൾ പോയി ഉണ്ടാക്കി എടുത്തോണ്ട് വരിക എന്ന് പറയുമ്പോഴേ നമ്മൾ ഇവിടുന്ന് ബസ്സേ കയറുമ്പോഴേ ചിന്തിക്കും, ദൈവമേ അതിനാദ്യം കാണേണ്ടത് ശിവനെയാ. ആ ശിവനെ എവിടെ പോയി കാണും? ദൈവമേ അത് കഴിഞ്ഞ് രമണിയെ കാണണമെന്ന് പറഞ്ഞു. രമണി എവിടെ പോയി കാണും? രമണിയെ കഴിഞ്ഞ് രാജേഷിനെ കാണും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ദൈവമേ അത് ഉണ്ടാകുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കും? നീ ആകെ ആദിയിലായിരിക്കും. ഇതെങ്ങനെയായിരിക്കും? നിനക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അതേസമയം അവിടെ എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കും. നീ പോയി എടുത്തോന്ന് പറഞ്ഞാൽ നീ ഇവിടെ ഇരുന്നേ ഉറങ്ങാൻ തുടങ്ങും. നീ ചുമ്മാ റെസ്റ്റിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് അതങ്ങ് എടുക്കാൻ തുടങ്ങി. ഈ റെസ്റ്റാ ദൈവം നിങ്ങളിൽ ആഗ്രഹിക്കുന്നത്. അയ്യോ, ഇന്റർവ്യൂവിന് പോകുമ്പോൾ അങ്ങ് ആങ്സൈറ്റി. അയ്യോ കർത്താവ്, എത്ര പേര് അവിടെ ഉണ്ട്? അയ്യോ കർത്താവ്, എത്ര പേരുണ്ട് അവിടെ ഉണ്ട്? നിനക്കെന്നാ?
നീ ചുമ്മാ റെസ്റ്റ് ചെയ്തിട്ട് പോകും. ആ ഡിവൈൻ റെസ്റ്റിൽ നീ അങ്ങ് റെസ്റ്റ് ചെയ്യ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇതിലൊക്കെ ഒരിക്കൽ പ്രവേശിച്ച് കഴിഞ്ഞ ആയുസ് നിങ്ങൾ ഇറങ്ങത്തില്ല. ഇതിനകത്ത് ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ആയുസിൽ ഇതിനകത്ത് ഇറങ്ങത്തില്ല. ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് സ്ട്രഗിൾ ഉണ്ടാകത്തില്ലെന്നല്ല. സ്ട്രഗിളൊക്കെ പുറത്തുണ്ടാകും, പക്ഷെ സ്വസ്ഥത ഭയങ്കരമായിട്ട് അകത്തുണ്ടാകും. നിന്റെ നാമനിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു. അറക്കാൻ കൊണ്ടുപോകുന്ന ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. ഭയങ്കര കഷ്ടതയാ, ഭയങ്കര ഉപദ്രവമാ, ഭയങ്കര പോരാട്ടമാ, ഭയങ്കര ബന്ധനമാ. ഇവരെല്ലാം ഇത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്നാന്നറിയോ? ക്രിസ്തു മുഖാന്തരം എല്ലായിടത്തും എല്ലാം പൊഴിഞ്ഞേയും. ഇവിടെ പോരാട്ടം എന്ന് പറയട, ബന്ധനം എന്ന് പറയട, അടിയല്ലട കൊണ്ടത്, ഇടിയല്ലട കൊണ്ടത്, ഈ പുറമേ കൊള്ളുന്ന ഒന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല. കോലുകൊണ്ട് പലവട്ടം അടിച്ചു. ഇതാണ്ട കപ്പല് തകർന്ന് കപ്പലിന്റെ പലക അടർത്തിയെടുത്ത് കുറെ നാളായിട്ട് കപ്പലിന്റെ വെള്ളത്തിൽ കിടക്കുക. സൂര്യനെ നോക്കി സൂര്യനെ കാണാനില്ല, ചന്ദ്രനെ നോക്കി ചന്ദ്രനെ കാണാനില്ല. എല്ലാവരും കലികാലമാണെന്ന് പറഞ്ഞ് ശാസനവും ബന്ധനവും ഉപവാസ പ്രാർത്ഥനയും നടത്തുമ്പോൾ ഒരു മനുഷ്യൻ റെസ്റ്റ് ചെയ്യുക. മുഴുവൻ ദൈവത്തെ വിളിച്ചിറക്കി മുഴുവൻ പേരും ഇല്ലാത്ത പ്രാർത്ഥന എല്ലാം അന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു മനുഷ്യൻ കൂളായിട്ട് കിടന്നുറങ്ങുക. ആ അടർത്തിയെടുത്ത കാല് ദ്രവിച്ചു തുടങ്ങുന്നു. മത്സ്യത്തിന്റെ പലത ചെറുതും വലുതുമാകുന്നത് കാല് ദ്രവിച്ചു തരുന്നത് തിന്നാൻ ഓടി വരുന്നു. കപ്പൽ ചേതകത്തിൽ മുഴുവൻ തകർന്നു കിടക്കുന്നു. സൂര്യനെ കാണാനില്ല, കരകയറുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല. പക്ഷേ പുറത്തിതെല്ലാം ഉണ്ടെങ്കിലും അകത്തൊരു ഭയങ്കര റെസ്റ്റ്. ആ മനുഷ്യൻ മറ്റുള്ളവരോട് പറയുക, അയ്യോ കപ്പൽ മാത്രമേ തകരത്തുള്ളൂ, നിങ്ങൾ തകരത്തില്ല. നിന്റെ അകത്ത് റെസ്റ്റ് വ്യാപരിച്ചാലുണ്ടല്ലോ, കപ്പൽ തകരുമ്പോഴും നീ ആ റെസ്റ്റിലായിരിക്കും. ഞാനത് പറയുമ്പോൾ തന്നെ ചിലരുടെ മേലെ അത് വീഴുക. ഇതിനൊരു പകർച്ചയുണ്ട്. കർത്താവ് എന്നോട് പറഞ്ഞത് ഈ റെസ്റ്റിനൊരു പകർച്ചയുണ്ട്. ആ ഇമ്പോർട്ടേഷൻ നിങ്ങൾ സ്വീകരിക്കണമെന്ന്, ആ പകർച്ച നിങ്ങളിത് സ്വീകരിക്കണം. ആ റെസ്റ്റിന്റെ പകർച്ച കർത്താവ് ഓരോരുത്തരുടെ ഈ കണ്ടോണ്ടിരിക്കുന്നവരുടെ മേലെ ആ റെസ്റ്റ് വ്യാപരിക്കട്ടെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പ്രവചിക്കട്ടെ. കർത്താവ് എന്നോട് പ്രവചിച്ചു പറയാൻ പറയുന്നു. വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ആ പ്രവചന ദൂത് ഏറ്റെടുത്തു. ഇപ്പോൾ തന്നെ കർത്താവ് അത് പറയുക. ആ അസ്വസ്ഥത എപ്പം മാറുമെന്ന ആലോചന കേൾക്കാനാണ് നിങ്ങൾ പോയത്, നിങ്ങൾ വന്നത്. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ആ അസ്വസ്ഥത എപ്പം മാറുവോ മാറാതിരിക്കുവോ നിന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല. അതിന്റെ നടുവിൽ സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവിക സമാധാനം. ജീസസ്, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമുക്ക് പലപ്പോഴും 2012 24 മാസം എന്നൊക്കെ കേൾക്കുമ്പോഴാണ് ഒരു തൃപ്തി. 24 മാസം ഇല്ലല്ലോ, അറിയാലോ അല്ലേ? നോക്കി പറഞ്ഞപ്പോൾ ദൂതായിട്ടൊന്നും ഏറ്റെടുത്ത് കളയല്ലോ കേട്ടോ, വെറുതെ വിട്ടേക്കണേ. 2012 24 മാസത്തിന്റെ 4-ാം തീയതി ആ അത്ഭുതം നടക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമുക്ക് റെസ്റ്റ്. അത് അവനെ അറിയത്തില്ലാത്തതുകൊണ്ടാണ്. ദൈവത്തെക്കുറിച്ചുള്ള ഉറപ്പില്ലാത്തവനാ ഡേറ്റും മാസവും തീയതിയൊക്കെ വേണ്ടേ. ദൈവത്തെക്കുറിച്ചുള്ള ഉറപ്പുള്ളവൻ ആഴ്ചയും വേണ്ട, മാസവും വേണ്ട, തീയതിയും വേണ്ട, ഒന്നും വേണ്ട. അവൻ ഒരു കാര്യം അറിയാം, എത്തേണ്ടടുത്ത സമയത്തെത്തിക്കോളും. ഒരു കുറുക്ക് വഴി നിങ്ങൾ അന്വേഷിക്കണ്ട. ഇന്ന് നിങ്ങൾ ഈ വചനം അങ്ങ് സ്വീകരിച്ചു. ഒരു കുറുക്ക് വഴി നിങ്ങൾ അന്വേഷിക്കണ്ട. ഒരു ഭാവിയും ഭൂതം വർത്തമാനവും നിങ്ങളോട് ആരും പറയണ്ട. നിങ്ങളിന്ന് സ്വീകരിച്ചോ ഈ റെസ്റ്റ്. വെറുതെ റിലാക്സ് ചെയ്തു. വരേണ്ടതൊക്കെ വരേണ്ട സമയത്ത് വരും. നടക്കേണ്ടതെല്ലാം നടക്കേണ്ട സമയത്ത് നടക്കും. കാരണം നടത്തുന്നവനെയാ നിങ്ങൾ ഇറക്കുന്നത്. അയ്യോ, വിശ്വസിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിച്ച് ഇറക്കുന്നത് നടത്തുന്ന ദൈവത്തെയാണ്. പറഞ്ഞാട്ടെ, ഇതങ്ങ് അനുഭവിക്കുമ്പോഴാണ്. തൊട്ടടുത്ത ദിവസമാണ്ടെ കപ്പല് അവിടുന്ന് ഒരു തരത്തിൽ കരകയറി വന്ന പോണ്ട പാമ്പ് കടിക്കുന്നത്. പാമ്പങ്ങ് ചുറ്റി കയ്യെ കടിച്ചിരിക്കുക. ആകപ്പാടെ പ്രശ്നം. അടുത്ത പോരാട്ടം. ചുമ്മാ കൂളായിട്ട് കുളഞ്ഞു കളയുന്നു. എല്ലാരും പറയുന്നു ഇപ്പൊ ചത്തു വീഴുമെന്ന്. ആരെ, എപ്പം, എവിടെ? ഓ റെസ്റ്റിൽ ജീവിക്കുന്നവൻ ഇനി എന്നെ ഒന്ന് മരണം. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ ഫീൽ മനസ്സിലാക്കുന്നുണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഞാൻ വചനം പഠിച്ച് എത്രയോ നാള് കഴിഞ്ഞിട്ട് അറിഞ്ഞു ഈ കാരാഗ്രഹ ലേഖനത്തിൽ ഈ ഫിലിപ്പിയ ലേഖനമൊക്കെ കാരാഗ്രഹത്തിൽ കിടന്ന എഴുതിയെന്ന്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയ ദൈവമക്കളെ, ഞാൻ വലിയ കട്ടത്തിലാണ്, എനിക്ക് വലിയ ബന്ധനമാണ്, എനിക്ക് ഭയങ്കര പോരാട്ടമാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു പിരിവെടുത്ത് പറ്റുമെങ്കിൽ അയച്ചു തരണം. വലിയ കാരാഗ്രഹം, ചായ മേടിക്കാൻ പോലും കൈ കാശില്ല. ഇതൊന്നും ആ കാരാഗ്രഹത്തിന്റെ വാക്കിനകത്തില്ല.
അവിടെ കിടന്നുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞ് സന്തോഷിക്ക. ഇതെങ്ങനെ പറ്റുന്നു മനുഷ്യ? ആരോട് ചോദിക്കുക, അയാൾ പറയും ആര് കാരാഗ്രഹത്തിൽ കിടന്ന കാര്യമായി പറയുന്നത്. നമ്മൾ പുള്ളിയെ കാണുമ്പോൾ ചോദിക്കും, ഈയിടെ ഇതിനിടയ്ക്ക് കാരാഗ്രഹത്തിലായിരുന്നെന്ന് കേട്ടല്ലോ. ഈ മുറിപ്പെടുത്തുന്ന ആശ്വാസമില്ലേ, അവരിങ്ങനെയാണ്. മുറിപ്പെടുത്തുന്ന ആശ്വാസകരുണ്ട്. ഇതിനിടയ്ക്ക് കാരാഗ്രഹത്തിലും വലിയ കഷ്ടത്തിലുമൊക്കെ ആയിരുന്നെന്ന് കേട്ടല്ലോ. നമ്മൾ അവരോട് തിരിച്ചു ചോദിക്കും, ആരുടെ കാര്യമായി പറയുന്നേ? ഞാൻ റെസ്റ്റ് ചെയ്യുന്ന ഇറങ്ങിയിട്ടില്ല, പിന്നെ എങ്ങനെയാ കാരാഗ്രഹത്തിൽ വീഴുന്നത്? ഇവരുടെയൊക്കെ ലൈഫ് നോക്കണേ നിങ്ങൾ. ഈ പത്മോസിന്റെ വലിയ കഷ്ടത കിടന്നുകൊണ്ട് ഈ 7 സഭകളുടെ പാസ്റ്റർ ലെറ്റർ എഴുതുവാണേ. എന്നെ അത് ചിന്തിപ്പിക്കുക ആ ഭാഗം. ദൈവമക്കളെ കഴുകൻ, ദൈവമക്കളെ ഈജിയൻ കടലല്ല കല്ലടിച്ചുയർത്തുന്ന കാരവാരങ്ങൾ. എന്റെ പാട്ടിന് പോന്നിണ്ട് ഈജിയൻ കടലല്ല. ദൈവമക്കളെ ഞാനൊന്ന് കണ്ണടച്ചിട്ട് വേണം എന്നെ കൊത്തിപ്പറിക്കാനെന്ന് പറഞ്ഞ് അടുത്തു വരുന്ന കഴുക്കൂട്ടൻ പോന്നിന്റെ പാട്ടിന്. തൊട്ട് മുമ്പേ എന്തോ കാലെ തട്ടി എനിക്ക് മുമ്പേ നാട് കടത്തിയാളുടെ തലയോട്ടിയാന്ന് ഞാൻ മനസ്സിലാക്കി. എല്ലാവരും കൂടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞാൻ കണ്ടില്ല. പഠിക്കാൻ തുടങ്ങി മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞ പുള്ളി പത്മോസിൽ കിടന്നാ ഇത് എഴുതുന്നതെന്ന്. എന്നാ കാര്യമെന്നറിയോ? അവിടെയും ഫുൾ റേഞ്ചാ പുള്ളിക്ക്. ഫുൾ റേഞ്ചാ. പുള്ളിയുടെ റെസ്റ്റിനെ ഇതൊന്നും പിന്നെ കാരാഗ്രഹത്തിലിടുന്ന പിശാചി പറയും സോറി. അയ്യോ പല ടൈപ്പിനെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു സാധനത്തെ ആദ്യമായിട്ട് കാണുക. ഇരുമ്പഴിക്കകത്ത് കിടന്ന് എല്ലാരും ഇളക്കി പറിച്ച് അതിനകത്ത് പുറത്തു വരാൻ ശ്രമിക്കുമ്പോൾ ഒരുത്തന് ഇതാ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്നു. എന്തൊരു ഫീലായത് ദൈവദാസനെ. പെസക കഴിഞ്ഞ് തലമുറിക്കുമെന്ന് പറഞ്ഞ് അവിടെ ബഹളം നടക്കുമ്പോ അകത്തൊരു വലിയ കൂർക്കം വലി, നെഞ്ചത്തടിയില്ല, ഒരു ഭയങ്കര കൂർക്കം വലി. നമ്മളായിരുന്നെങ്കിൽ വാളെടുക്കുന്നതിന് മുമ്പേ ഞരമ്പ് പൊട്ടി മരിക്കും. ആ മനുഷ്യൻ കിടന്നുറങ്ങുക. പുള്ളിക്കറിയാം പുള്ളിക്ക് വേണ്ടി സ്വസ്ഥത വരുത്തിയ ഒരാളെ. ഇന്ന് പറയുമ്പോ തന്നെ യേശുവിനോട് പറയുക, ഇന്നിപ്പോ നമ്മൾ പ്രാർത്ഥിക്കാം, ദൈവമേ എന്റെ കാരാഗ്രഹത്തിൽ ഈശാന മൂലൻ അടിച്ചുയർന്ന് പടക തകർത്ത് മുടിച്ച് ഇടത്ത് വലത്ത് ചാടി വെട്ടി ചുമാരി കർത്താവിനെ നോക്ക്. കടല് മുഴുവൻ അസ്വസ്ഥമാകുമ്പോഴും അവൻ സേഫായിട്ട് റെസ്റ്റ് ചെയ്യുക. അവൻ ആ അമരത്ത് തലയണ വെച്ച് റെസ്റ്റ് ചെയ്യുക. കർത്താവ് ഈ തീരെ ഒന്നും നിന്നെ ബാധിക്കുക, ഈ തീരെ പുറത്തും സ്വസ്ഥതയകത്തുവാ. എടുത്തോ നിങ്ങൾ ഇന്ന് പ്രാപിച്ചു. ഈ പൊങ്ങുന്ന തിരമാലയൊന്നും നിന്നെ ബാധിക്കത്തില്ല. നിന്നെ അസ്വസ്ഥപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പിശാചിനോട് പറ, വെറുതെ മോനെ നേരെ. ഞാൻ ഇതിന്റെ ഒരു ഹയർ റേഞ്ച് പറയാം, അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി. നിങ്ങളെ ആശ്വാസപ്പെടുത്തുന്ന ആശ്വാസപ്രദരുടെ വാക്കുകൾ നിങ്ങൾക്കൊരു അസ്വസ്ഥതയായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? ഇങ്ങനെ തോന്നി ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഒരു കുഞ്ഞെങ്കിലും ഉണ്ടോ? നമ്മളിങ്ങനെ വലിയ പ്രശ്നത്തിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ വിളിച്ച് നമ്മൾ മുമ്പേ പറഞ്ഞ് മുറിപ്പെടുത്തുന്ന ആശ്വാസങ്ങൾ അവർ വിളിച്ച്, സാരമില്ല കേട്ടോ, ഇനിയിപ്പോ അപ്പൊ എങ്ങനെയാ? മനസ്സിലായോ? ആണല്ലേ, ഞങ്ങൾ അറിഞ്ഞായിരുന്നു. സൂത്രം നിന്റെ സൂത്രമാണ്. നീ തട്ടിപ്പാ, നിന്റെ സൂത്രം തട്ടിപ്പാ. നീ രക്ഷോടിയല്ല, നിന്റെ ഉപദേശം രക്ഷോടിയല്ല. ഇങ്ങനെ നമ്മൾ വലിയ കഷ്ടത്തിലാണെന്ന് കരഞ്ഞപ്പോൾ, ബ്രദറെ ഞാൻ അറിഞ്ഞായിരുന്നു കേട്ടോ, കരയണ്ട. ആര് കരഞ്ഞു? നീ പോ നിന്റെ പാട്ടിന്. ഇവിടെ ചിരി കഴിഞ്ഞിട്ട് ഒരു നേരമില്ല. എടാ എങ്ങനെ അസ്വസ്ഥ ക്രിസ്തുവിൽ. ഞാൻ പ്രിയരെ, നിങ്ങൾ ക്രിസ്തുവിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥരാകാൻ പറ്റുകയില്ല. അങ്ങനെ തന്നെ പറഞ്ഞു അടുത്തിരിക്കുന്ന ആളോട്, നിന്നെ കൊണ്ട് അസ്വസ്ഥനാകാൻ പറ്റത്തില്ല. വിശ്വസിച്ചോ? കാരണം സ്വസ്ഥത വെച്ചോണ്ട് എങ്ങനെയാ നീ അസ്വസ്ഥനാകുന്നേ? സ്വസ്ഥത ഉള്ളിൽ വെച്ചോണ്ട് എങ്ങനെയാ ബ്രദറെ അസ്വസ്ഥനാകുന്നേ? സ്വസ്ഥത ഉള്ളിൽ ഇരിക്കുമ്പോ എങ്ങനെയാ അസ്വസ്ഥരാകുന്നേ? നിങ്ങൾ കൊതിക്കും ഒന്ന് കരയാൻ. നിങ്ങൾ കർത്താവേ ആ സ്വസ്ഥതയിലേക്ക് ചിലതിനെ ഒന്ന് കയറ്റുകയും നിങ്ങൾ ഇറങ്ങി പ്രാവശ്യം ഇപ്പൊ തന്നെ. ആമേൻ 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 ആമേൻ.
വിശ്വസിക്കുന്ന ചിലരുടെ മേൽ ഇപ്പോൾ ഇങ്ങോട്ട് നോക്കി ഞാനിന്ന് പറയുന്നത്, വിശ്വസിക്കുന്ന ചിലരുടെ മേൽ വളരെ വ്യക്തിപരമായിട്ട് ഈ പകർച്ച ഇപ്പോൾ വ്യാപരിക്കാൻ പോകാം. ഏത് പകർച്ചയാണെന്നറിയോ? ഒരു സ്വസ്ഥതയുടെ പകർച്ച, ഒരു സ്വസ്ഥതയുടെ പകർച്ച. സഭയായി ഈ സഭയോടുള്ള ദൈവത്തിന്റെ ശബ്ദമാണിത്. പരിശുദ്ധാത്മാവ് ഈ സഭയോട് ഇത് പറയാൻ, ആവർത്തിച്ച് പറയാൻ, മുമ്പേ പറഞ്ഞതിലും വ്യക്തമായി പറയുന്നു. സഭയായി ഒരു വലിയ റെസ്റ്റിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോവുക. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ബെഥേലേജ് ചർച്ച് വിശ്വസിച്ചോ. കഴിഞ്ഞ ഒരു 10 വർഷത്തിനകത്ത് ഈ സഭയ്ക്ക് ഉണ്ടാകാത്ത ഒരു സ്വസ്ഥതയുടെ കാലം ഈ സഭയ്ക്ക് വരാൻ പോവുക. ദൈവം അങ്ങനെ പറയാൻ പറയും. എല്ലാ മേഖലയിലും ഞാൻ ആവർത്തിച്ച് പറയാം, എല്ലാ മേഖലയിലും ഒരു ഡിവൈൻ റെസ്റ്റ് വ്യാപരിക്കാൻ പോകും. അസ്വസ്ഥപ്പെടുത്തുന്ന 100 വിഷയങ്ങളുണ്ട്. പക്ഷെ അതിന്റെ എല്ലാം മധ്യത്തിൽ സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവിക സമാധാനം അതങ്ങ് വ്യാപരിച്ചുണ്ടല്ലോ. സത്യം പറഞ്ഞ അതിനകത്ത് ആ റെസ്റ്റ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞുണ്ടല്ലോ, നമുക്ക് ഈ ആശ്വാസപ്രദരുടെ വാക്കുകൾ തന്നെ അയ്യോ എന്തിനാ ഇങ്ങനെ ഇവര് ഇറങ്ങിയേക്കുന്നതെന്ന് തോന്നും. എനിക്കങ്ങനെ തോന്നാറുണ്ടായിട്ടുണ്ട്. വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ ആൾക്കാർ വിളിച്ച് ബ്രദറേ, ആ സാധനം കേൾക്കുമ്പോഴേ നോക്കണം അവന്റെ കണ്ണീന്ന് കണ്ണുനീര് വരുന്നില്ല. ആ ശബ്ദം ഉണ്ടെങ്കിൽ അവൻ തട്ടിപ്പാ. ഇങ്ങനെ ദൈവത്തെ പറ്റിക്കുന്നവരുണ്ട്. നമ്മൾ വിചാരിക്കും ഇപ്പൊ അങ്ങ് കരഞ്ഞ് കണ്ണുനീര് കടൽ പോലെ ഒഴുകുവാന്ന്. എവിടെ ഒരു തുള്ളി കണ്ണുനീര് വന്നിരുന്നെങ്കിൽ. സ്വസ്ഥത ഒന്ന് പറഞ്ഞേ. ഡിവൈൻ റെസ്റ്റ്, ദൈവീക സ്വസ്ഥത, സകല ബുദ്ധിയെയും കവിയുന്ന, പരിജ്ഞാനത്തെ കവിയുന്ന, ചിന്തയ്ക്കതീതമായ. ഒന്ന് ഉറക്കെ പറ. ഈ അപ്പോസ്തലന്മാരൊന്നും സൂപ്പർമാൻമാരല്ലായിരുന്നു കേട്ടോ. ഞാനത് വളരെ ക്ലാരിറ്റി തന്നെ പറയാൻ ആഗ്രഹിക്കും. ഇവരൊന്നും ഈ സൂപ്പർ ബീയിങ്സ് നമ്മളെ പോലെ സാധാരണ മനുഷ്യന്മാരായിരുന്നു. പക്ഷെ ഇവർക്കെല്ലാം ഈ അസാധാരണമായ തലത്തിൽ ജീവിക്കാൻ കഴിഞ്ഞ എന്നാന്നറിയോ? ഈ ദൈവിക സ്വസ്ഥതയല്ല ഇവർ ജീവിച്ചിരുന്നത്. ഈ ഒന്നും ഇവരെ ബാധിച്ചിരുന്നില്ല. കാരണം ഈ യൂത തള്ളി പറയുമ്പോഴോ യേശുവിനെ നിങ്ങളങ്ങോട്ട് നോക്കുക. കർത്താവിനെ സമയമായല്ലേ? എത്ര മണി വരെ എനിക്ക് പോവാം? മാക്സിമം എനിക്ക് ഇച്ചിരി നേരം താ. 9. എനിക്കങ്ങ് കൊതിയാ സംസാരിക്കാൻ കേട്ടോ. സത്യമായിട്ടും ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഇന്ന് ഇതൊരു പകർച്ചയാണ്. ഇത് നിങ്ങളൊന്ന് സ്വീകരിക്കണം. ഈ പകർച്ച, ഈ ഇമ്പാർട്ടേഷൻ നിങ്ങളൊന്ന് പ്രാപിക്കണം. നിങ്ങളെ കൊണ്ട് അസ്വസ്ഥരാകാൻ പറ്റത്തില്ല. നിങ്ങൾ അസ്വസ്ഥരാകുന്നല്ല, നിങ്ങളെ കൊണ്ട് അസ്വസ്ഥരാകാൻ പറ്റുകയില്ല. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ദൈവിക ഈ കർത്താവ് പഠിപ്പിച്ച ശബത്ത് എന്താണെന്നറിയോ? നിങ്ങൾ രോഗിയായിട്ട് നിങ്ങളെ രോഗം അസ്വസ്ഥപ്പെടുത്തുന്നെങ്കിൽ ആ രോഗം അവിടെ ഇരിക്കുമ്പോൾ ഉള്ള ഒരു സ്വസ്ഥതയല്ല കേട്ടോ. അങ്ങനെ ആയിരുന്നെങ്കിൽ വരണ്ട കൈ ഉള്ളപ്പം തന്നെ സ്വസ്ഥത അനുഭവിച്ചാൽ മതിയായിരുന്നു. ആണ്ടുകളായിട്ട് അങ്ങനത്തെ സ്വസ്ഥത അവൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കർത്താവ് പഠിപ്പിച്ച സ്വസ്ഥത എന്നാണെന്നറിയോ? നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ആ വരണ്ട കൈ എന്ന പ്രശ്നത്തെ ഞാൻ സൗഖ്യമാക്കിയിട്ട് നിന്നെ ഞാൻ എൻ്റെ സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരും. അതാ ഇപ്പോൾ ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിച്ചു. നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയം ഏതാണോ ആ വിഷയത്തിന് സ്വസ്ഥത വരുത്തിയിട്ട് നിങ്ങളെ ആകമാനം ഒരു സ്വസ്ഥതയിലേക്ക് കർത്താവ് കൊണ്ടുവരാൻ പോകുക. ആ മേഖല തന്നെ വിശ്വസിച്ചു. നിങ്ങൾ അസ്വസ്ഥരാകുന്ന ഒരു സാമ്പത്തിക മേഖലയിലാണെങ്കിൽ ആ സാമ്പത്തിക മേഖലയിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി അയച്ചിട്ട് അതിനകത്തൊരു വലിയ റെസ്റ്റ് നിങ്ങൾ കാണാൻ പോവുക. അതിനോടൊന്ന് പ്രതികരിച്ചോ? സംഭവിക്കുന്നുണ്ട്. അതിനോടൊന്ന് പ്രതികരിച്ചോ? സംഭവിക്കുന്നുണ്ട്. ചിലരുടെ മേലെ ആലോചന വീഴുന്നുണ്ട്. ഇപ്പം വ്യക്തിപരമായി ചിലര് അസ്വസ്ഥരാക്കുന്ന വിഷയം ഇന്ന് രാത്രി കൊണ്ട് കെട്ടുകെട്ടുന്നു. ആ പുറകിലിരിക്കുന്ന സഹോദരങ്ങളെ യേശു തൊട്ടുകൊണ്ടിരിക്കുന്നു. ആ പുറകെ ഭാഗത്തേക്ക് സഹോദരന്മാരുടെ ഇടയിലേക്ക് അഭിഷേകം ചലിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു ബ്രദറിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നത് ഞാൻ കാണുന്നു. അവർ ഒറ്റ സഹോദരന് വേണ്ടി പുറകെ പോകാൻ ഞാൻ തയ്യാറാണ്. ഒരു വലിയ ദൈവിക സ്വസ്ഥത ഇതിൻ്റെ അകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നിന്നെ അസ്വസ്ഥനാക്കുന്ന വിഷയത്തിന്റെ ആ കെട്ട് പൊട്ടിച്ചിട്ടുള്ള ഒരു വലിയ ദൈവിക സ്വസ്ഥത നിങ്ങളോടത് പറയാൻ കർത്താവ് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിനി പോന്നെ. അറസ്റ്റ് ആ റെസ്റ്റിലേക്ക് പിന്നെ ദൈവം കൊണ്ടുപോവുക. ഈ മനുഷ്യനെ ദൈവം ആ റെസ്റ്റിലേക്ക് കൊണ്ടുപോവുക. സ്വീകരിക്കാൻ തയ്യാറായിക്കോ? പിതാവേ, ഇന്ന് സകല ബുദ്ധിയെയും കവിയുന്ന ആ ദൈവിക സമാധാനം ഈ ശരീരത്തിലേക്ക് ഞാൻ അയക്കുന്നു. ജീസസ്,
കിഡ്നി പ്രവർത്തിക്കാത്തവന്റെ, ഇങ്ങനെ പറയാൻ കർത്താവ് പറയും, കിഡ്നി പ്രവർത്തിക്കാത്തവന്റെ കിഡ്നി പ്രവർത്തിക്കാതിരിക്കുമ്പോൾ അവനുണ്ടാകുന്ന സ്വസ്ഥതയല്ല യേശു പഠിപ്പിച്ച സ്വസ്ഥത. അവന്റെ കിഡ്നിയെ പ്രവർത്തിപ്പിച്ചിട്ട് അവന്റെ രക്തത്തെ ശുദ്ധീകരിപ്പിച്ചിട്ട് ഇതാ സ്വസ്ഥത എന്ന് ദൈവം പഠിപ്പിക്കുന്ന ഒരു ഡിവൈൻ റെസ്റ്റ്. അത് വ്യാപരിക്കട്ടെ, അത് വ്യാപരിക്കട്ടെ. അതിനോടൊന്ന് പ്രതികരിച്ചോ? അത് വ്യാപരിക്കട്ടെ, അത് വ്യാപരിക്കട്ടെ. നിന്റെ മേലെ അത് വ്യാപരിക്കട്ടെ. അതിന്റെ അതോട് കേറിക്കോ നീ, കേറിക്കോ നീ. ഓ കേറിക്കോ, കേറിക്കോ. വിശ്വസിക്കുന്നവരെല്ലാം പ്രവേശിച്ചു. നിങ്ങൾ ആരെയും കാത്തിരിക്കണ്ട. ഇനി ഒരിക്കലും അസ്വസ്ഥനാകാൻ കഴിയാത്ത ഒരു ദൈവിക സ്വസ്ഥത, ഒരു സൗഖ്യത്തിന്റെ സ്വസ്ഥത. യെസ് 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 യെസ്. ഒരു സൗഖ്യത്തിന്റെ സ്വസ്ഥത, ശുശ്രൂഷയിലൊരു സ്വസ്ഥത, ജോലിയിലൊരു സ്വസ്ഥത, കുടുംബ ജീവിതത്തിലൊരു സ്വസ്ഥത. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കും ഇന്ന് രാത്രി ഈ സ്വസ്ഥത വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അസ്വസ്ഥപ്പെടുത്തി അസ്വസ്ഥത ഇനി ഇരിക്കത്തില്ല. സ്വസ്ഥത അകത്ത് വരുമ്പോ അസ്വസ്ഥത കെട്ടുകെട്ടുക. കാണുന്നെങ്കിൽ മാത്രം കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചു. കാണുന്നവര് മാത്രം, എല്ലാവരും മിണ്ടാതിരിക്കുക. ജീസസ് മാർത്തേ, ഓ ദൈവത്തെ കുറിച്ച് ഉറപ്പുണ്ടോ? കേറിക്കോ ബ്രദറെ, കേറിക്കോ, കേറിക്കോ. അതിനകത്ത് കേറിക്കോ, അതിനകത്തോട് കേറിക്കോ. അതിനകത്തേക്ക് പ്രവേശിച്ചോ നീ, പ്രവേശിച്ചോ, പ്രവേശിച്ചോ, പ്രവേശിച്ചോ. കേറിക്കോ, ആ റെസ്റ്റിലോട്ട് കേറിക്കോ നീ, ആ റെസ്റ്റിലോട്ട് കേറിക്കോ. ഈ മനുഷ്യനെ ആ റെസ്റ്റിലേക്ക് കർത്താവ് കൊണ്ടുപോവുക, ആ റെസ്റ്റിലേക്ക് കൊണ്ടുപോവുക. ഈ ബ്രദറിന്റെ മേലെ റെസ്റ്റ് വെളിപ്പെടുക, ഈ ബ്രദറിന്റെ മേലെ റെസ്റ്റ് വെളിപ്പെടുക. പ്രാപിച്ചോ നീ, പ്രാപിച്ചോ. വിശ്വസിക്കുന്ന ഒരാളല്ല, എല്ലാ ബുദ്ധിയെയും കവിയുന്ന ഒരു സമാധാനം. ഓ ഒരു ഭയങ്കര ഡിവൈൻ റെസ്റ്റ് ഇന്നും നിന്റെ മേലെ അത് വ്യാപരിക്കുന്നുണ്ട്. ഓ വേറൊരാള് നിന്റെ കാര്യം നോക്കാൻ വേണ്ടി നിനക്കുണ്ടെങ്കിൽ ദീർഘശ്വാസം വിട്ടോ. ഒരാകുലവും വേണ്ട, എല്ലാ ആകുലങ്ങളെ ഒഴിച്ചുകളാ. ഓ എല്ലാ തലമുറയെ കുറിച്ചുള്ള വിലാപങ്ങളും ഇന്നും മാറ്റിവെക്ക. അതിനകത്തേക്ക് ഒരു വലിയ ദൈവിക സ്വസ്ഥത ഇന്ന് വ്യാപരിക്കട്ടെ. വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് പറയാൻ പറയുന്നു. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയാം, സഭയുടെ എല്ലാ മേഖലകളുടെ മേലും ഒരു വലിയ സ്വസ്ഥത വെളിപ്പെടാൻ പോകുന്നു. ഇന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ കോമ്പൗണ്ടിനകത്ത് ഇനി പ്രശ്നകലുഷിതമായ ഒരു അന്തരീക്ഷം സംജാതമാക്കാൻ കഴിയാത്ത നിലയിൽ ഈ കോമ്പൗണ്ടിനകത്ത് ഒരു സ്വസ്ഥത ഈ വായു മേഖലയിൽ പോലും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അറ്റ്മോസ്ഫിയറിൽ പോലും അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പ്രതികരിച്ചു. യെസ്. വേണ്ട, പുറകിൽ വിശ്വസിക്കുന്ന പലരുടെ മേലും ആ ഡിവൈൻ റെസ്റ്റ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ഡിവൈൻ റെസ്റ്റ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രാപിച്ചോ, 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 പ്രാപിച്ചോ മോനെ, നീ പ്രാപിച്ചോടാ, നീ പ്രാപിച്ചോ. നിന്നെ ആ റെസ്റ്റിലേക്ക് കർത്താവ് കൊണ്ടുപോവുക. നിന്നെ ആ വലിയ റെസ്റ്റിലേക്ക് കർത്താവ് കൊണ്ടുപോവുക. അസ്വസ്ഥനാക്കിയ ഓ ഭൂതം കേറിയാൽ അസ്വസ്ഥത വരുമെങ്കിൽ സാത്താനെ നീ ഇവനെ അസ്വസ്ഥനാക്കി. നീ ഈ ചെറുപ്പക്കാരനെ കെട്ടി. ബാധ ഒഴിയട്ടെ. നോക്കിക്കോ കർത്താവിന്റെ സ്വസ്ഥത എന്നാ, നിങ്ങോട്ട് നോക്കിക്കോ. കെട്ടു. ഇതാ പോന്നു, സാധനം ഇറങ്ങുക. കണ്ടേ, see this, see this, see this. ബാധയുള്ളവൻ ബാധയും കൊണ്ടിരുന്ന് സ്വസ്ഥനാവുകയല്ല,
ബാധയുള്ളവന്റെ മേൽ നിന്ന് ബാധ ഒഴിഞ്ഞിട്ട് അവൻ സ്വസ്ഥനാവുക. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മതി മതി മതി. ഈ ചെറുപ്പക്കാരനെ നിനക്ക് കിട്ടുകയില്ല. ഇവൻ ഇന്ന് സ്വസ്ഥനാകാൻ പോവുക. ഇവനെ യേശു ഇപ്പൊ സ്വസ്ഥനാക്കാൻ പോവുക. റെസ്റ്റ്. ഓ See this? See this? കർത്താവ് പഠിപ്പിച്ച സ്വസ്ഥത എന്നാ നോക്ക്. മതി. ഇവന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കേണ്ട. മതി 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 മതി. ഇവന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കേണ്ട. മതി. ഇവന്റെ ശരീരത്തിന്റെ ചലനത്തെ ഞാനിപ്പോ നിർത്തുന്നു. മതി 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 മതി. ഇനി ഇവന്റെ കൈകാലുകൾക്ക് ചലിക്കാൻ അനുവാദമില്ല. പോകാൻ പോവാണ് ആ സാധനം. നോക്കണം. എന്നിട്ട് ആ റെസ്റ്റിലേക്ക് അവൻ പ്രവേശിക്കുന്നത് കണ്ടോ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ, കൈയടിക്കല്ലേ, ചവിട്ടുവാൻ യേശു നൽകിയ അധികാരത്താൽ ദുരാത്മാവേ നിനക്ക് ഇവനെ വിട്ടു പോകാം. ജീസസ് mighty name. കർത്താവ് പഠിപ്പിച്ച സ്വസ്ഥത എന്നാന്ന് പ്രാക്ടിക്കൽ ലെസൺ കാണിക്കാം. മോനെ, എന്താ നിന്റെ പേര്? വാട്ട്സ് യുവർ നെയിം? വാട്ട്സ് യുവർ നെയിം? ഇല്ല കുഴപ്പമില്ല. വാട്ട്സ് യുവർ നെയിം? വാട്ട്സ് യുവർ നെയിം? വാട്ട്സ് യുവർ അവിടെ റെസ്റ്റ് ചെയ്യും. റെസ്റ്റ് ചെയ്യും. എന്താ നിന്റെ പേര്? നിന്റെ പേരെന്താ? സുജിത്ത്. സുജിത്തെ, സുജിത്തെ ഇവിടെ നോക്കി. അന്ന് കർത്താവ് പറഞ്ഞ ഇന്ന് കർത്താവ്, നിങ്ങളെ ചെറുപ്പക്കാരന്റെ മുഖത്തോട് നോക്കിയപ്പം സീതസ്, ഇതാണ് ദൈവിക സ്വസ്ഥത. കർത്താവ് അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ബാധ ഒഴിഞ്ഞ് സ്വസ്ഥനായിരിക്കുക. അപ്പൊ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ബാധ വിട്ടുപോയാൽ അവിടെ ഒരു വലിയ സ്വസ്ഥത വെളിപ്പെടും. ഇതാ കർത്താവ് ആഗ്രഹിച്ച ശബത്ത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നീ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. കേറാ റെസ്റ്റിലോട്ട്. നോക്കിയിരിക്കാതെ ആ റെസ്റ്റിലോട്ട് കയറി സാറേ. എല്ലാരും കേറിക്കോ, എല്ലാരും കേറിക്കോ. കർത്താവ് ആഗ്രഹിച്ച സ്വസ്ഥത നീ തല തല്ലി ഭൂതം കയറി ഇരുന്നിട്ട് നീ സ്വസ്ഥനാകുന്ന സ്വസ്ഥതയല്ല. ആ ഭൂതവും രോഗവും ശാപവും എല്ലാം അഴിഞ്ഞു പോയിട്ട് നീ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ പോകാ. കർത്താവേ, അതിന്റെ ഇംപാർട്ടേഷൻ ഇപ്പൊ പകർന്ന. കർത്താവേ, അതിന്റെ ഇംപാർട്ടേഷൻ ഇപ്പൊ പകർന്ന. എല്ലാവരും പേരുടെ പേരും ആ ഇംപാർട്ടേഷൻ പകർന്ന. എല്ലാ അസ്വസ്ഥതയുടെ സാധനങ്ങളും ഇറങ്ങി പുറത്തു വരണം. എല്ലാ അസ്വസ്ഥതയുടെ സാധനങ്ങളും ഇറങ്ങണം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഇടത്തേക്ക് ഈ ദൈവീക സ്വസ്ഥത ഇപ്പോൾ വ്യാപരിക്കാൻ പോകുന്നു. നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു രോഗത്തിന് അടിമയാണ് നിങ്ങളെങ്കിൽ വിശ്വസിക്കുക, ഈ വെബ്കാസ്റ്റിംഗ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ രോഗം അഴിഞ്ഞു പോയിട്ട് ഒരു വലിയ റെസ്റ്റ് നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. ഭയത്തിന്റെ ഒരു ചങ്ങലയിലാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ ആ ഭയത്തിന്റെ ചങ്ങല അകത്തിരിക്കുമ്പോഴല്ല ഒരു സ്വസ്ഥത വെളിപ്പെടുന്നത്. ആ ഭയത്തിന്റെ സാത്താനെ പുറത്താക്കിയിട്ട് ഒരു വലിയ സ്വസ്ഥത ദൈവം പകരാൻ പോവുക. വിശ്വസിക്കുന്നവരെന്ന് ദൈവത്തോട് പ്രതികരിച്ചോ? ഇന്ന് കർത്താവ് ഇവിടെ ശബത്ത് പഠിപ്പിക്കാൻ വന്നിട്ടുണ്ട്. കാരണം പുള്ളിക്കാരനാണ് ഇതിന്റെ ലോഡ്. അപ്പൊ പുള്ളി ഇത് ടീച്ച് ചെയ്താൽ മനസ്സിലാകത്തുള്ളൂ. സജിത്ത് പഠിപ്പിച്ചാൽ മനസ്സിലാകത്തില്ല, സജിത്തിന് പഠിപ്പിക്കാൻ അറിയത്തില്ല. പക്ഷെ കർത്താവ് വന്നാൽ പഠിപ്പിക്കും. കർത്താവ് പറയുന്ന ശബ്ദത്തിൽ എന്ന് പറഞ്ഞാൽ നീ കണ്ണാടിയും വെച്ച് കണ്ണും കാണാതെയായി ഭൂത കണ്ണാടി വെച്ചോണ്ടിരിക്കുന്ന അവസ്ഥയല്ല. നിന്റെ കണ്ണാടി വലിച്ചൂരി, നിന്റെ കണ്ണാടി കൂടാതെ നിന്റെ കണ്ണ് കണ്ട് നീ വേദപുസ്തകം വായിച്ച് സ്വസ്ഥമാകുന്ന സ്വസ്ഥതയാണ്. അങ്ങനെ തന്നെ വിശ്വസിക്കും. ഇന്ന് ഭയങ്കര തലവേദന എടുക്കുന്നു. എന്നാ സ്വസ്ഥതയിലോട്ട് പ്രവേശിച്ചേക്കാം. നോ, നിന്റെ തലവേദന മാറിയിട്ട് നീ കയറിയാൽ മതി. ദൈവിക സ്വസ്ഥതയിലേക്ക് ഇന്ന് നീ പ്രവേശിക്കുമ്പോൾ നിന്റെ പഴഞ്ചൻ തലവേദന അവിടെ കാണത്തില്ല.
കാരണം ഈ രക്തസ്രാവക്കാരി സ്ത്രീയോട് യേശു പഠിപ്പിക്കുമ്പോൾ പറയുക, എപ്പ ബാധ വിട്ടുപോകുന്ന അപ്പോഴേ സ്വസ്ഥത തുടങ്ങത്തുള്ളൂ. ബാധ ഒഴിഞ്ഞാലേ സ്വസ്ഥത കയറുള്ളൂ. അതിറങ്ങിയാലേ ഇത് കയറത്തുള്ളൂ. മനസ്സിലായോ? അതിറങ്ങിയാലേ ഇത് കയറത്തുള്ളൂ. അതിറങ്ങിയാലേ ഇത് കയറത്തുള്ളൂ. നിക്ക്, ആദത്തിന്റെ കാലം മുതൽ ദൈവം പറഞ്ഞ ഒരു സംഭവമാണ് ഇന്ന് വിശ്വസിക്കുന്നവരുടെ മേൽ പകരാൻ പോകുന്നത്. ഇസ്രായേൽ ജനം 275 തലമുറ ശ്രമിച്ചിട്ട് കിട്ടാത്ത ഒരു സാധനമാണ് നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഒന്ന് വായിച്ചോ, 4:1 വായിച്ചോ, കുറിവാക്യം ഒന്ന് വായിച്ചോ, എബ്രായർ 4:1. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുക. ആർക്കു വേണ്ടി അത് ശേഷിപ്പിച്ചേക്കുന്നത്? അത് ഇപ്പൊ കിട്ടും എന്ന് പറഞ്ഞ് പലരും അതിന്റെ പുറകെ പോയി, ആർക്കും കിട്ടിയില്ല. ഇപ്പോഴും അത് ശേഷിച്ചിരിക്കുക. ഈ ഉപവാസത്തിൽ പരിശുദ്ധാത്മാവ് നോക്കുക, ഇവിടെ വല്ലവർക്കും അത് കിട്ടുമോ? നീ ഇന്നത് കിട്ടുമോ? നിനക്കിന്നത് കിട്ടുമോ? നീ ഇന്നത് പ്രാപിക്കുമോ? വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു. പറഞ്ഞേ, അത് വായിച്ചേ. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങൾക്കാർക്കെങ്കിലും അത് ലഭിക്കാതെ പോകരുത്. അടുത്തിരിക്കുന്നവരോട് പറയാം, നിങ്ങൾക്ക് ഇത് ലഭിക്കാതെ പോകരുത്. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ലഭിക്കും. ലഭിക്കാതെ പോകരുതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ലഭിക്കും. ഒന്ന് വിശ്വസിച്ചോ, നിനക്ക് ഇന്ന് ഈ സ്വസ്ഥത ലഭിക്കും. ഈ സ്വസ്ഥത വരുമ്പം അസ്വസ്ഥത ആക്കിയ മേഖല പൊട്ടും. ആരും പൊട്ടിക്കണ്ട. വെളിച്ചം വരുമ്പം ഇരുട്ടിനെ പുറത്താക്കണ്ട ആരും. ഇരുട്ട് താനേ ഇറങ്ങിപ്പോവും. അയ്യോ, അതിന്റെ പകർച്ച നടക്കുന്നു. കർത്താവേ, ഇപ്പോഴാ പകർച്ച നടക്കട്ടെ. ജഗൽധര രോഗികൾ കൂട്ടമായിട്ട് സൗഖ്യമാകാൻ തയ്യാറായിക്കും. ഭയങ്കര സൗഖ്യങ്ങൾ ഇപ്പൊ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. സൗഖ്യമാകേണ്ടവരെല്ലാം സൗഖ്യമായിക്കും. സൗഖ്യമായിട്ട് ആ സ്വസ്ഥതയിലോട് കയറിക്കോ. നിങ്ങൾ സൗഖ്യമായിട്ട് ആ സ്വസ്ഥതയിലോട് കയറിക്കോ. സൗഖ്യമായിക്കും. സൗഖ്യം, ഹീലിംഗിന്റെ ഇമ്പാർട്ടേഷൻ നടക്കുന്നു. ഇപ്പം ഹീലിംഗിന്റെ ഇമ്പാർട്ടേഷൻ നടക്കുന്നു. ഭയങ്കരമായിട്ട് ഹീലിംഗിന്റെ ഇമ്പാർട്ടേഷൻ നടക്കുന്നു. ഇപ്പൊ സൗഖ്യമാകും. നിങ്ങൾ സൗഖ്യമാകും. എന്നിട്ട് ആ റെസ്റ്റിലോട്ട് നിങ്ങൾ പ്രവേശിക്കാൻ പോവുക. ദൈവം നിങ്ങളെ പ്രവേശിപ്പിക്കാൻ പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് സ്വസ്ഥത പ്രവേശിക്കുക. പറഞ്ഞേ, ഒന്ന് കരം കൊടുത്ത് പറഞ്ഞേ. അപ്പൊ ഒന്ന് പുറകെ വന്നിട്ട് മുമ്പോട്ട് വരാം. എന്താണ് കർത്താവ് പറഞ്ഞ ആശയം? അവർക്ക് അവിശ്വാസം നിമിത്തം കയറാൻ പറ്റിയില്ല. അവര് ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്വസ്ഥതയെ പറ്റി വിശ്വസിച്ചില്ല. ആര്? ഇസ്രായേൽ മക്കള്. അവര് 2-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. 4:2 4:2. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. അവരെ പോലെ നമ്മളും കേട്ടു. അവരും കേട്ടു, നമ്മളും കേട്ടു. അവര് മോശ മുഖാന്തരം കേട്ടു, നമ്മൾ യേശു മുഖാന്തരം കേട്ടു. ഹലോ, കേട്ടു. രണ്ടു കൂട്ടരും കേട്ടു. അടുത്തത് വായിച്ചേ. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കാൻ. കേട്ടാ പോരാ, കേട്ടത്, എല്ലാരും പറ, കേട്ടത് വിശ്വാസമായി പരിണമിക്കണം. ഉറപ്പായിട്ട് പരിണമിക്കണം. വിശ്വാസം ഇനി പറയില്ല കേട്ടോ, ഉറപ്പെന്ന് പറഞ്ഞാണോ. കേട്ടവരിൽ ഉറപ്പുണ്ടാകണം. എന്നാ കേട്ടതിൽ ഉറപ്പുണ്ടാകണം? ദൈവം എനിക്ക് വേണ്ടി സ്വസ്ഥത വരുത്തുമെന്ന് കേൾക്കുമ്പം എനിക്ക് ആ സ്വസ്ഥത വരുമെന്നുള്ള ഉറപ്പുണ്ടാകണം. കേൾക്കുന്നുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കാകയാൽ കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അവർക്ക് ഉപകാരമായില്ല. കണ്ടോ? നോക്കി, ഇങ്ങോട്ട് നോക്കി. അവർക്ക് വെച്ചതാ, പക്ഷെ അവർക്ക് എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾക്കത് മനസ്സിലായോ? അവർക്ക് വെച്ചതാ, പക്ഷെ അവർക്ക് എടുക്കാൻ പറ്റിയില്ല. എന്നാ കാര്യം? കേൾക്കാഞ്ഞിട്ടല്ല. അവരും കേട്ടു, നിങ്ങളും കേട്ടു. ഇപ്പൊ നിങ്ങൾ എന്തോ ചെയ്തോണ്ടിരിക്കുന്നേ? ചന്ദ്രനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കാത്ത കാര്യം പറ. നിങ്ങളിപ്പോ എന്തോ ചെയ്തോണ്ടിരിക്കുന്നേ? ഞങ്ങൾ കണ്ടോണ്ടിരിക്കുക. ഉറക്കപ്പറ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുക. കേൾക്കുന്ന ഒരാളിൽ, ഞാൻ ആ വാക്ക് ആവർത്തിക്കാം, കേൾക്കുന്ന ഒരാളിൽ പരിണമിക്കുക. കേൾക്കുന്ന ഒരാളിൽ ഉറപ്പായിട്ട് അതൊന്ന് പരിണമിച്ചാൽ അവൻ ഇന്നത് കൊണ്ടേ പോകൂ. ഇപ്പം ആര് പരിണമിക്കാൻ പ്രാപിക്കും? ആ കുഞ്ഞിന്റെ മേലെ അത് വ്യാപരിക്കുന്നു. സ്വീകരിച്ചോ. നീ സ്വീകരിച്ചോ.
അവളുടെ മേലെ അത് വ്യാപരിക്കുന്നു. അവൾ ആ റെസ്റ്റിലേക്ക് കയറുന്നു. ആ ആ ആ റെസ്റ്റിലോട് കയറിക്കോ. ഇത് പരിണമിച്ചാൽ നിങ്ങളുടെ അടുത്തിരിക്കുന്ന അവിടെ ആ പദമെന്ന് പറഞ്ഞേ, പരിണമിച്ചാൽ. ഇത് പരിണമിച്ചാൽ വചനമായിട്ടിരിക്കുകയല്ല, വചനം നിന്നിൽ ഉരുകിയിറങ്ങിയാൽ, വചനം നിന്നിൽ പരിണമിച്ചാൽ, കേട്ടതിന് ഒരു പരിണാമം നിന്നിൽ സംഭവിച്ചാൽ, കേട്ടതിന് നിന്റെ അകത്തൊരു രൂപമാറ്റം സംഭവിച്ചാൽ, ദാണ്ട മറക്കൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഓ, ആ മാതാവിന്റെ ഒരു സൈഡിലെ മുഴുവൻ തളർച്ച ആ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഒരു വശത്തെ മുഴുവൻ തളർച്ച ഇറങ്ങിപ്പോകുന്നു. പ്രാപിച്ചു. പരിണമിക്കട്ടെ. കേട്ട ചിലരിൽ ജീസസ് ഇന്നത് പരിണമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ അത് പരിണമിക്കുന്നുണ്ട്. നിങ്ങളത് കേൾക്കുക മാത്രമല്ല, അത് വിശ്വാസമായി പരിണമിക്കാതെ കൊണ്ട് അവർക്ക് കിട്ടിയില്ല. നിങ്ങൾ ഇവിടെ അറസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് ആ സഹോദരിയുടെ മേലെ അറസ്റ്റ് വെളിപ്പെടുന്നു. ഈ മുൻനിരയിൽ ഇരിക്കുന്ന മുഴുവൻ പേരുടെ മേലും ആ പകർച്ച ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പ്രാപിക്കുക. ആ കസേരയിലിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേലെ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സഹോദരിയുടെ മേലെ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. പരിണമിക്കാൻ തുടങ്ങി. വചനത്തിന് രൂപമാറ്റം ഇതിനകത്ത് തുടങ്ങിക്കഴിഞ്ഞു. കേട്ട ചിലരിൽ അത് വ്യാപരിച്ചു തുടങ്ങി. ഇപ്പോൾ തന്നെ അത് ചലിക്കാൻ തുടങ്ങും. ഓ, ഇതാ അത് പരിണമിച്ചു. അവളത് പരിണമിച്ചു. അവളത് വിശ്വാസമായി പരിണമിക്കുന്നു. ആ മഞ്ഞ ചുരിദാറിന്റെ സഹോദരിയുടെ മേലെ അത് പരിണമിക്കുന്നു. അവളുടെ മേലെ അത് വ്യാപരിക്കുന്നു. പിടിച്ചോ. വിശ്വാസമായി പരിണമിക്കുന്നു. കേട്ട നിന്നിൽ അത് വിശ്വാസമായി വിളങ്ങിയാൽ നാമും ഈ സദ്വർത്തമാനം കേട്ടു. അവരോട് മലയെ വെച്ച് പറഞ്ഞു. ഇതിന്റെ ആശയം ഭയങ്കരമാണ്. ദൈവം പണ്ട് ഈ സ്വസ്ഥതയുടെ കാര്യം ഭാഗമായി അറിയിച്ചു. ആദ്യം ആദത്തിന് അത് കൊടുത്തു, പിന്നെ അത് കൽപ്പനയായിട്ട് കൊടുത്തു, പിന്നെ അത് പുരോഹിതന്മാരോട് കൽപ്പിച്ചു. എബ്രായർ തുടങ്ങിയപ്പോൾ പറഞ്ഞു, ദൈവം പണ്ട് ഭാഗമായി വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം ഈ സ്വസ്ഥതയുടെ വാർത്ത അറിയിച്ചുകൊണ്ടിരുന്നു. മലയെ വെച്ച് ദൈവം വിളിച്ചു പറഞ്ഞു, പ്രവാചകനെ വിട്ട് ദൈവം വിളിച്ചു പറഞ്ഞു, പുരോഹിതനെ വിട്ട് ദൈവം വിളിച്ചു പറഞ്ഞു. പക്ഷെ കേട്ടു എല്ലാവരും, ആരിലും പരിണമിച്ചില്ല. അതുകൊണ്ടത് ശേഷിക്കുക. അവർക്കോ കിട്ടിയില്ല, നിങ്ങൾക്കോ അത് കിട്ടും. 4:1 പറയുന്നു, നിങ്ങൾക്കത് ലഭിക്കാതെ പോകരുത്. നിനക്കത് ലഭിക്കാതെ പോകരുത്. അതിന്റെ അർത്ഥം നിന്നിൽ അത് പരിണമിച്ചാൽ ഇപ്പൊ നിനക്ക് ലഭിക്കും. വിശ്വസിച്ച് പ്രാപിച്ചത് നിനക്കത് ലഭിക്കും. നിനക്കിപ്പോ അതിൻ്റെ അകത്ത് കയറാൻ പറ്റും. ഇനി ഒരിക്കലും അസ്വസ്ഥനാകാൻ കഴിയാത്ത നിലയിൽ ആ ദൈവീക സ്വസ്ഥതയിലേക്ക് സഹോദരന്മാരുടെ ഇടയിൽ അഭിഷേകം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ബ്രദറിനെ ആ സ്വസ്ഥതയിലേക്ക് ദൈവം കൊണ്ടുപോകുന്നു. ആ ഡിവൈൻ റെസ്റ്റ് അത് വെളിപ്പെടുന്നു. പ്രാപിച്ചോ. ശുശ്രൂഷകന്മാരെ, നിങ്ങളുടെ ശുശ്രൂഷയുടെ അസ്വസ്ഥതയുടെ കാലം കഴിഞ്ഞു.
Liberté. 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 Jesus. Jesus. Oh. ആ ഡിവൈൻ റെസ്റ്റിലോട്ട് കയറിക്കോ. പിടിച്ചോ. റെസ്റ്റിലോട്ട് കയറിക്കോ. 18 കൊല്ലത്തെ അസ്വസ്ഥതകൾ ഇന്ന് അഴിയുകയാ. Power. 20 വർഷത്തെ അസ്വസ്ഥതകൾ നിരന്തരമായി ജോലിയിൽ അസ്വസ്ഥത അനുഭവിക്കുന്നവരോട് ആലോചനയുണ്ട്. നിരന്തരമായി ജോലിയിൽ, നിരന്തരമായി ശുശ്രൂഷയിൽ, നിരന്തരമായി കുടുംബജീവിതത്തിൽ, നിരന്തരമായി ബന്ധങ്ങളിൽ അസ്വസ്ഥത അനുഭവിക്കുന്നവരെ, നിങ്ങൾ അറിയാത്ത ഒരു ബാധ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിന്ന് വിട്ടുപോകും യേശുവിന്റെ നാമത്തിൽ. അതിപ്പോ വിട്ടുപോകും. ഈ ബ്രദറിനോട് പറയുന്നു, നിന്റെ ബിസിനസിനെ വിട്ടത് പോ. നിന്റെ ബിസിനസിനെ വിട്ടത് ഇറങ്ങിപ്പോവും. നിന്റെ ബിസിനസിനെ വിട്ടത് ഇന്ന് ഇറങ്ങിപ്പോവും. നീ രക്ഷപ്പെടാൻ പോവാണ്. നിന്നെ ദൈവം രക്ഷപ്പെടുത്താൻ പോവാ. പ്രാപിച്ചോ. നിരന്തരമായ അസ്വസ്ഥതകൾ, വിട്ടുമാറാത്ത അസ്വസ്ഥതകൾ, ഒന്നിനു പുറകെ ഒന്നൊന്നായ അസ്വസ്ഥതകൾ. 2 ദിവസം സ്വസ്ഥമായാൽ ആ പകർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. സമയം അനുവദിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ പ്രാപിച്ചേ പോകാവൂ. ആ ബ്ലൂ ഷർട്ടിന്റെ ബ്രദറിനെ ഭയങ്കരമായിട്ട് യേശു തൊട്ടോണ്ടിരിക്കുന്നു. നിന്നെ ആ സ്വസ്ഥതയിലോട്ട് എടുത്തിടുക. പ്രാപിച്ചോ. നീ പ്രാപിച്ചോ. അവൻ ആ റെസ്റ്റിലോട്ട് കയറുക. അവൻ ആ റെസ്റ്റിലോട്ട് പോവുക. അർത്ഥപ്രവനികടകവതിയ ഇന്ന് ഇപ്പോൾ ദൈവിക സ്വസ്ഥത ഇതിനകത്ത് വ്യാപരിക്കുന്നു. ചലിക്കുന്നു അത്. ദൂരത്ത് നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയം ഇന്ന് അതിനകത്തൊരു സ്വസ്ഥത വെളിപ്പെടാൻ പോവുക. ഇന്നേ ദിവസത്തിൽ എഴുതി വെച്ച് വിശ്വസിക്കാൻ കഴിവുള്ളവർ എഴുതി വെച്ച് വിശ്വസിച്ചോ. നാളെയുടെ പ്രഭാതത്തിൽ നീ കേൾക്കുന്നത് വിഷയം വഷളായി എന്നല്ല. അടുത്ത ഫോൺ കോൾ നിന്റെ ചെവിയിൽ കേൾക്കുന്നത് ആ വിഷയം പിന്നെയും വഷളായി എന്നായിരിക്കത്തില്ല. എവിടുന്നറിയത്തില്ല. ഒരു വലിയ സ്വസ്ഥത അതിനകത്ത് വ്യാപരിച്ചു. ഇറങ്ങിക്കോ. അതിനകത്തോട്ട് ഇറങ്ങിക്കോ. ഒരിക്കലും അസ്വസ്ഥനാകാൻ കഴിയാത്ത ആത്മമണ്ഡലം പ്രാപിച്ചോ. നീ
കേറതിന്റെ അകത്തോട്ട്. എന്നെ കൊണ്ട് റെസ്റ്റ് കയറട്ടെ, റെസ്റ്റ് കയറട്ടെ, എന്റെ മേൽ ഡിവൈൻ റെസ്റ്റ് കയറട്ടെ. വെറുതെ നീ റിലാക്സ് ചെയ്തു, വെറുതെ നീ റിലാക്സ് ചെയ്തു. നിന്റെ സ്വസ്ഥത സാത്താനെ അസ്വസ്ഥപ്പെടുത്തുക. നിന്റെ സ്വസ്ഥത പിശാചിനെ അസ്വസ്ഥപ്പെടുത്തുക. നിന്റെ സ്വസ്ഥത അവനെ അസ്വസ്ഥപ്പെടുത്തുക. നീ ടെൻഷൻ അടിച്ചിരിക്കുന്ന കാണാൻ അവന്റെ ആഗ്രഹം. കൃപ പ്രാപിച്ചവൻ പറയട്ടെ, പൊന്നു മോനെ വെറുതെ സമയം കളയാതേ ഉള്ളൂ. ഞാനങ്ങും വെറുതെ ടെൻഷൻ അടിക്കത്തില്ല. എന്റെ മേലെ ഡിവൈൻ റെസ്റ്റ് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാ. സകല ബുദ്ധിയെയും കവിയുന്ന അളവിൽ അതിന്ന് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ചിന്തയ്ക്കതീതമായി, നിങ്ങളുടെ ചിന്തയ്ക്കതീതമായി ഇന്ന് ഈ സ്വസ്ഥത വ്യാപരിച്ചുകൊണ്ടിരിക്കുക. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുന്ന സ്പോട്ടിൽ ഇപ്പോൾ സ്വസ്ഥത പോവുക. സ്തോത്രം. ദൈവം ഇതിന്റെ ആഴം ഭയങ്കരമാണ്. ഇതിന്റെ ആഴം അറിയണമെങ്കിൽ ഈ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് വരണം. ഒരു ഭയങ്കര വെളിപ്പെടുത്തലാണ് അവിടെ എബ്രായ ലേഖനകാരൻ വെളിപ്പെടുത്തുന്നത്. 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ മുതൽ 4-ാം അധ്യായത്തിന്റെ ഒടുവിൽ വരെ ഈ സ്വസ്ഥത എന്ന വിഷയം പഠിപ്പിക്കുന്നതിനിടയിൽ എബ്രായ ലേഖനകാരൻ ഒരു ഭയങ്കര ചിന്ത പരിശുദ്ധാത്മാവിനാൽ എഴുതി വെച്ചു. ദൈവത്തിന്റെ വചനമോ, പറഞ്ഞോ ഉറക്കെ പറ, ദൈവത്തിന്റെ വചനമോ ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും. നിക്ക്, ആത്മാവ് പഠിപ്പിച്ചത് പറയാം. സ്വസ്ഥത വേണ്ട മേഖല ഏതാ? അവിടേക്ക് തുളച്ചു ചെല്ലുവോ വചനം. ഹൃദയം, ചിന്ത, ഭാവന. മൈ ഗോഡ്, ഞാൻ ഈ വിഷയത്തെ ഒന്ന് പഠിക്കാൻ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചു. അർത്ഥം എന്താണെന്നറിയോ? ദൈവത്തിന്റെ വചനം പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപെടുവിക്കും എന്നല്ല, വേർപെടുവിക്കും വരെ തുളച്ചു ചെല്ലും. പ്രാണനും ആത്മാവും സന്ധിമജ്ജയും വേർതിരിഞ്ഞാൽ ഒരുവൻ ചത്തുപോകും. ഈ ശരീരത്തിൽ നിന്ന് പ്രാണം പോകുമ്പോഴാണ് ഞാൻ മരിച്ചു പോകുന്നത് എന്ന് പറഞ്ഞ വചനം കൊല്ലൂ എന്നല്ല പറഞ്ഞേ. വചനത്തിന് കയറി ചെല്ലാൻ കഴിയാത്ത മേഖലയില്ല. ഏത് എക്സ്റ്റൻഡിലും വചനം ചെല്ലും. നിൽക്കുക, ഞാൻ പറയാം. ഇന്ന് അസ്വസ്ഥത ഇരിക്കുന്നത് ഹൃദയത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഒരു വ്യക്തിയുടെ ഉള്ളിന്റെ ഉള്ളറയിൽ, ബോധമനസ്സോ ഉബോധമനസ്സോ അബോധമനസ്സോ ഏത് മനസ്സിന്റെ അടിത്തട്ടിലാണേലും ഇവിടെ ഇറങ്ങുന്ന വചനം അങ്ങോട്ട് തുളച്ചിയലും. കേട്ടില്ല? തുളച്ചിയലും. 2 പദം പറയാം. വേർപെടുത്തും വിവേചിക്കും. ആശയം ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാന്നുണ്ട്. കേക്കാല്ലേ? ഒന്ന് മിണ്ടിക്കാമേ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് നിന്നുകൊണ്ട് ആ സാഹചര്യം മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ ആഴം മനസ്സിലാകുന്നത്. ഹൃദയത്തിലെ ചിന്തകടങ്ങളെ, വായിക്കാം ആ വാക്യം.
ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെ ആത്മാവിനെ സന്ധിമജ്ജകളെ വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും ചിന്ത, തോട്ട് പാറ്റേൺ, തോട്ട്. ഓക്കെ, ചിന്ത. അടുത്തത് ഭാവങ്ങളെയും, ഭാവന. കണ്ടോ കണ്ടോ എവിടുന്ന് അസ്വസ്ഥത വന്നേ? എവിടുന്ന് അസ്വസ്ഥത വന്നേ? ചിന്ത. ആരോ അവിടെ നിൽക്കുന്നു എന്ന് ചിന്തിച്ചു, എന്തോ അവിടെ അനങ്ങിയതായിട്ട് കണ്ടു. കാഴ്ച, ചിന്ത, ഭാവന. അവിടെ ആരോ നിപ്പുണ്ടായിരുന്നു. ഇപ്പൊ ഇതാ 8 വർഷമായിട്ട് ഉള്ളിലൊരു ഭയം ഇരിക്കുന്നു. അടുക്കളയുടെ വാതിൽ തുറന്നപ്പം അനങ്ങിയത് വാഴയിലയാ, പക്ഷെ അവിടെ ആരോ നിപ്പുണ്ടെന്ന് അങ്ങ് ഭാവിച്ചു. 8 വർഷമായിട്ടുള്ളിൽ ഭയം ഇരുന്ന് അസ്വസ്ഥപ്പെടുത്തുക. ഇപ്പോൾ ഇതാ ദൈവത്തിന്റെ വചനം കയറി ചെല്ലുന്നു. എങ്ങോട്ട്? ആ ഭാവനയുടെ ലോകത്തിലേക്ക്. നിങ്ങൾക്കിത് മനസ്സിലായില്ലോ എന്ന് എനിക്കറിയത്തില്ല. കയറി ചെല്ലുന്നു. എന്നിട്ട് വേർപെടുത്താൻ തുടങ്ങുക, വിവേചിക്കാൻ തുടങ്ങുക. വായിച്ചോ ബ്രദറെ, വായിച്ചോ. ഹൃദയത്തിലെ ചിന്തനങ്ങളെ ഭാവങ്ങളെ വിവേചിക്കുന്നതുമാകുന്നു. വിവേചിക്കും. എന്ത്? ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ നിന്റെ അസ്വസ്ഥത ഇരിക്കുന്നിടത്തേക്ക് കേറി വരും. ഇത് ഇപ്പൊ വിശ്വസിക്കുന്നവരിൽ ഇതങ്ങനെ പരിണമിക്കും. എങ്ങനെ പരിണമിക്കും? വാളായി പരിണമിക്കും. ഇത് ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ഈ കേൾക്കുന്ന വചനം നിന്നിൽ വാളായി പരിണമിക്കും. എന്നിട്ട് അകത്തേക്ക് അത് തുളച്ചു കയറും. തുളച്ചു കയറിയിട്ട് നിന്റെ അസ്വസ്ഥത ഇരിക്കുന്നിടത്ത് നിന്ന് അതിനെ പുറത്താക്കും. അതിപ്പോ ചെയ്യും. 8 മണിക്കൂർ കഴിഞ്ഞിട്ടല്ല, ഇപ്പൊ ചെയ്യും. ഇപ്പൊ അങ്ങനെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ സെക്കൻഡ് ചെയ്യും. പരിണാമം, മാറ്റം. വചനത്തിന് മാറ്റം സംഭവിക്കും. എഴുതപ്പെട്ട വചനം ഇരുവായ്ത്തലുള്ള വാളായി നിങ്ങളെ അകത്ത് കയറും. എന്നിട്ട് അസ്വസ്ഥത ഇരിക്കുന്നിടത്തേക്ക് തുളച്ചു കയറും. ചിന്തയിൽ നിന്ന് അതിനെ അഴിക്കും, ഭാവനയിൽ നിന്ന് അതിനെ അഴിക്കും. കേട്ടോ, നിങ്ങളത് ഭാവനയിൽ നിന്ന് അതിനെ അഴിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞു. അഴിക്കും, അഴിക്കും, അഴിക്കും. വിശ്വസിച്ചോ? അഴിക്കും, വിശ്വസിച്ചോ? ഇപ്പൊ അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആവും. നിങ്ങൾ ദൈവീകത ചിന്തിക്കാൻ തുടങ്ങും. ചിന്ത മാറിയാൽ ഞാൻ മാറും, മനസ്സ് മാറിയാൽ ഞാൻ മാറും. ഇന്ന് എന്നെ മാറ്റാൻ വേണ്ടി ചിന്തയെ മാറ്റാൻ പോവാ. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. കേട്ടോ, കേട്ടവരിൽ അത് വിശ്വാസമായി പരിണമിക്കാഞ്ഞുകൊണ്ട് അവർക്കത് സംഭവിച്ചില്ല. നിങ്ങൾ സംഭവിക്കണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ വിശ്വസിക്കണം. എന്റെ ഉള്ളിൽ അത് വചനമായി വെളിപ്പെടുന്നു. തുളച്ചു കയറുന്നു, അകത്ത് കയറുന്നു, വേർപെടുത്തുന്നു. ആ പദം മാത്രം പറഞ്ഞ് വിശ്വസിച്ചു. വേർപെടുത്തും. ദൈവത്തിനുള്ളതും മനുഷ്യനുള്ളതും സാത്താനുള്ളതും എല്ലാം ഇപ്പൊ അവിടെ കിടപ്പുണ്ട്. സാത്താന്റേതും മനുഷ്യന്റേതും വേർതിരിച്ചിട്ട് ദൈവത്തിൻ്റെത് മാത്രം അവർ ഡിപ്പോസിറ്റ് ചെയ്യും. ഇപ്പൊ ആ സർജറി നടന്നുകൊണ്ടിരിക്കുക. ബ്രദറെ പ്രാപിച്ചോ? ആ ബ്രദറിന്റെ മേൽ അഭിഷേകം ചലിക്കുന്നു. ബ്രദറെ പ്രാപിച്ചോ? നിങ്ങൾ പ്രാപിച്ചോ? അവന്റെ സർജറി നടക്കുന്നു. കണ്ടോ, സർജറി നടക്കുന്നു. സർജറി നടക്കുന്നു. അവന്റെ മേൽ ഇപ്പോൾ സർജറി നടന്നുകൊണ്ടിരിക്കുന്നു. ഉള്ളിൽ നിന്ന് ഇറക്കി വിടുന്നു. ഉള്ളിൽ നിന്ന് അതിനെ ഇറക്കി വിടുന്നു. ഒന്ന് കരമടിച്ച് പ്രതികരിച്ചോ? അകത്തുനിന്ന് അതിനെ ഇറക്കുന്നു. ഇത് പാസ്റ്റർമാർക്ക് കാണാൻ കഴിയത്തില്ല, ഇത് സ്കാനിങ്ങിന് കാണാൻ കഴിയില്ല. പക്ഷെ വചനം ഇത് ചെയ്യും. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് എബ്രായ ലേഖനകാരൻ ഈ വിഷയം ഇങ്ങനെ പഠിപ്പിക്കുന്നേ? പുറമെ എത്ര സ്വസ്ഥതയുടെ ദൂത് കേട്ടാലും അടിത്തറയിൽ അകത്തുനിന്ന് അസ്വസ്ഥത ഇറങ്ങാതെ ഈ സ്വസ്ഥത അനുഭവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പുള്ളി പറയുക, സ്വസ്ഥത അനുഭവിക്കുന്നതിന് മുമ്പേ ഒരു സർജറി നടക്കണം. സർജറി നടത്താൻ കത്തി തയ്യാറാ. ആ ടേബിളിലോട്ട് കിടക്കാൻ നീ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ ഇന്നത് നടക്കും. എന്നിട്ടേ ഒരു ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അങ്ങ് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. ദൈവം അനുവദിച്ചാൽ നാളെ ഇതിന്റെ വലിയ ആശയങ്ങൾ നമുക്ക് തുറക്കാൻ ശ്രമിക്കാം. ഇറ്റ്സ് ഓക്കെ, അത് പറഞ്ഞില്ലെങ്കിൽ സാരമില്ല. എബ്രായ ലേഖനം 4 അവസാനത്തെ വാക്യം ഒന്ന് വായിക്കാമോ?
അതുകൊണ്ട് കരുണ ലഭിപ്പാനും. അതുകൊണ്ട് കരുണ ലഭിക്കാൻ. പിന്നെ തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി. സഹായം പറഞ്ഞേ, സഹായം. എല്ലാരും പറ. സഹായത്തിനുള്ള കൃപ ലഭിപ്പാനും നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. മേളത്തെ വാക്യം ഒന്ന് വായിച്ചേ. നമുക്കുള്ള മഹാപുരോഹിതൻ. നോക്കിക്കോണേ നമ്മുടെ സർജറിക്കാരൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ നമ്മുടെ ബലഹീനതയെ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. എന്നിട്ട് പറയാ അടുത്തത്, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാ. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? വാക്ക് എന്താ അതിന് ഇവിടെ ഉള്ള ബന്ധം? ഇവിടെ അതിന്റെ ബന്ധം കിടക്കുന്നേ. ഇന്ന് സ്വസ്ഥത പ്രാപിക്കാൻ നീ ഒരുങ്ങുമ്പം, ദൈവമേ എൻ്റെ ബലഹീനതയാണല്ലോ എൻ്റെ അസ്വസ്ഥതയ്ക്ക് കാരണമെന്ന് പറഞ്ഞ് ദൈവിക സ്വസ്ഥത പ്രാപിക്കാതെ ആരും പോകരുതേ. നിങ്ങൾ ബലഹീനരാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് യേശു ബലഹീനനല്ല. നിങ്ങളുടെ ബലഹീനതയിൽ അവനെ സഹതാപം കാണിപ്പാൻ കഴിയേണ്ടതിന് അവൻ നമുക്ക് തുല്യനായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ഇന്ന് സ്വസ്ഥത എന്ന സഹായം വേണോ? ഓടിച്ചല്ല ഇറങ്ങാം. മതി. വിശ്വസിക്കുന്നെങ്കിൽ ഇനി നിങ്ങൾക്കിതിലേക്ക് പ്രവേശിക്കാം. ഞാൻ ഇത്രയും പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം, പ്രാർത്ഥിക്കാം. അതിതാണ് നിങ്ങൾക്കാർക്കും 4:1 നിങ്ങൾക്കാർക്കും ഇത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കേണ്ടതിന് അല്ലേ? വായിച്ചോ ബ്രദറെ. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങൾക്കാർക്കും അത് ലഭിക്കാതെ പോയി, നിങ്ങൾക്കാർക്കും അത് കിട്ടാതെ പോകരുത്. ഉപവാസം ഇരുന്നു പ്രാർത്ഥിച്ചു, കണ്ണുനീരൊഴുക്കി, പോരാടി, ബന്ധിച്ചു, എല്ലാം ചെയ്തു. പക്ഷെ സ്വസ്ഥത കിട്ടാതെ പോകരുതേ. അടുത്തിരിക്കുന്നവരോട് പറ, ഇവിടം വിട്ടു പോകുമ്പോൾ ഇതും കൊണ്ടേ പോകാവുള്ളൂ. ഒരു 2 minutes കൂടി എനിക്ക് അവശേഷിച്ച് കിട്ടും. 2 മിനിറ്റ്. ആ 2 മിനിറ്റിനകത്ത് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവാം. പ്രാർത്ഥിക്കേണ്ടവരൊന്ന് വേഗത്തിൽ ചാടി എഴുന്നേറ്റോ. പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവൻ. അയ്യോ, എല്ലാവരും കൂടെ എഴുന്നേക്കാനല്ല പറഞ്ഞത്. വീട്ടിൽ പോകാൻ റെഡിയായവർ എഴുന്നേക്കാനല്ല പറഞ്ഞത്. പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവൻ. ഇന്ന് എനിക്ക് ഈ സ്വസ്ഥതയിലോട്ട് മുമ്പോട്ട് വിളിച്ചില്ല. എല്ലാവരോടും ഇങ്ങോട്ട് പോരാതെ മതി. ഇന്ന് വിളിക്കുന്നില്ല. അവിടെ നിന്ന് എത്ര പേര് മുമ്പോട്ട് വരും? വേണ്ട. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാണ്. നിനക്കത് ലഭിക്കാതെ പോകരുത്. ഇന്ന് നിനക്കത് ലഭിക്കണമെങ്കിൽ പറ, കർത്താവേ, അവർക്ക് അവിശ്വാസ നിമിത്തം കിട്ടിയില്ല. ഞാൻ വിശ്വസിക്കുന്നു യേശു എൻ്റെ ശബത്താണ്. യേശു എൻ്റെ ശബത്താണ്. ഒന്ന് പറഞ്ഞേ, ജീസസ് ഈസ് മൈ റെസ്റ്റ്. എൻ്റെ സ്വസ്ഥത യേശുവാണ്. യേശു എൻ്റെ സ്വസ്ഥതയാണ്. യേശുവിൽ ഞാൻ സ്വസ്ഥനാണ്. യേശു എൻ്റെ സ്വസ്ഥതയാണ്. യേശുവിൽ ഞാൻ സ്വസ്ഥനാണ്. അതിന് യോഗ്യതാവലി ഇല്ലാത്തതുകൊണ്ടാണോ നിങ്ങൾ പാടാത്തത്? ഇത് പ്രൊഫറ്റിക്കൽ സിംഗിങ്. പാടിക്കും. ഇത് പാടുമ്പോൾ ഒരു വലിയ അഭിഷേകം വ്യാപരിക്കും. യേശു എൻ്റെ സ്വസ്ഥതയാണ്. യേശുവിൽ ഞാൻ സ്വസ്ഥനാണ്. യേശുവിൽ ഞാൻ സ്വസ്ഥനായേ. യേശുവിൽ ഞാൻ സ്വസ്ഥനായേ. യേശുവിൽ ഞാൻ സ്വസ്ഥനായേ. അസ്വസ്ഥത മാറിപ്പോയി, ബന്ധനമെല്ലാം പൊട്ടിപ്പോയി. യേശുവിന്റെ സ്വസ്ഥതയായ, 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 യേശുവിന്റെ സ്വസ്ഥതയായ ശബത്ത് യേശുവിലാണ്. യേശുവിൽ ഞാൻ സ്വസ്ഥനാണ്. യേശുവിൽ ഞാൻ സ്വസ്ഥനാണ്. യേശുവിൽ ഞാൻ സ്വസ്ഥനാണ്. യേശുവിൽ ഞാൻ സ്വസ്ഥനാണ്.
യേശുവിൽ ഞാൻ സ്വസ്ഥനാണ്. യേശു എന്നെ സ്വസ്ഥതയായാൽ, 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 യേശു എന്നെ സ്വസ്ഥത. യേശുവിന്റെ സ്വസ്ഥതയാണ്. യേശുവിൽ ഞാൻ സ്വസ്ഥനാണ്. യേശുവിൽ ഞാൻ സ്വസ്ഥനാണ്. തീരാതെ തീര സദാന സഗോഗോ യേശുവിൽ ഞാൻ സ്വസ്ഥനാണ്. യേശുവിന്റെ സ്വസ്ഥത വരുത്തി. യേശുവിന്റെ സ്വസ്ഥതയാണ്. യേശു എന്നിൽ സ്വസ്ഥത വരുത്തി. അസ്വസ്ഥതയെല്ലാം ഇറങ്ങിപ്പോയി. യേശുവിൽ ഞാൻ സ്വസ്ഥനായി. യേശുവിൽ ഞാൻ സ്വസ്ഥനായ, യേശുവിൽ ഞാൻ സ്വസ്ഥനായ, ബന്ധനമെല്ലാം പൊട്ടിപ്പോകോ, ശാപമെല്ലാം ഒഴിഞ്ഞുപോയ, രോഗമെല്ലാം സൗഖ്യമായി. സ്വസ്ഥത ഇപ്പോൾ വ്യാപരിക്കുന്നു.
കർത്താവേ, ഇന്ന് തന്ന രാത്രിക്കായി നന്ദി. അങ്ങയുടെ വചനത്തിന്റെ വ്യാപ്തിക്കും ആഴത്തിനുമായി നന്ദി. ഹൃദയങ്ങളെയും സന്ധിമജ്ഞകളെയും നിലവുകളെയും വിചാരങ്ങളെയും വേർപിരിക്കുന്നത് വരെ ആഴത്തിലേക്ക് ഇറങ്ങുന്ന മൂർച്ചയുള്ള ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ ശക്തിയേറിയ ദൈവത്തിന്റെ വചനം അങ്ങനെ ജനത്തിന്റെ നിലവുകളിൽ നിന്ന് അശുദ്ധിയെ അകറ്റി അസ്വസ്ഥതയെ നീക്കി ജയം തന്നതിനായി നന്ദി. നമ്മുടെ വചനത്തിന്റെ ബലവുമായി ഞങ്ങൾ മടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ.